ചെയ്യുകയാണ്. ഡോക്ടർ എം എൻ കാരശ്ശേരി അധ്യാപകൻ, എഴുത്തുകാരൻ, ഭാഷാ പണ്ഡിതൻ, സാമൂഹ്യ നിരീക്ഷകൻ. റോളുകൾ പലതും ഉണ്ട്. കാരശ്ശേരി മാഷിന് ഒരു ആമുഖം ഈ ഗ്രൂപ്പിൽ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്നേക്കാൾ തന്നെ കൂടുതൽ കുട്ടികൾക്ക് സുപരിചിതനാണ് മാഷ്. ശരിക്കും അസൂയയും അത്ഭുതവും ഒക്കെ തോന്നും. ഏറ്റവും പുതിയ ജനറേഷന് പോലും മാഷിന്റെ ആരാധകരാകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത്, മാഷിനെ ആരാധിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പോലും ആരാധനയ്ക്ക് പാത്രമാകാൻ മാഷിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അത്ഭുതവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. കുട്ടികളൊക്കെ വളരെ ത്രില്ലിലാണ്. നമ്മളുടെ ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം കാരശ്ശേരി മാഷുണ്ട്. അവരതിൽ ഏറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുന്നം ഫാമിലിയോട്, അതായത് കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കുന്നം എന്ന് പറയുന്ന ഈ ചെറിയ ഒരു കുടുംബത്തിലേക്ക് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാരശ്ശേരി മാഷിന് ഏറ്റവും ഹാർദമായ സ്വാഗതം അർപ്പിക്കുന്നു. സ്വാഗതം മാഷി, സ്വാഗതം. തന്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിന് ഒട്ടും മടി കാണിക്കാത്ത, ആരോടും പ്രത്യേക ചായ്വൊന്നും പ്രകടിപ്പിക്കാത്ത, നീതിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്ന, തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ആ സംസാരത്തിനായി ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെയും സ്നേഹത്തോടെയും കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ ചേർന്നിരിക്കുന്ന മറ്റ് കോളേജുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നമ്മുടെ കോളേജിലെ കുട്ടികൾ, സഹപ്രവർത്തകർ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വമാണ്. മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരനും സാഹിത്യ സാമൂഹിക നിരൂപകനും ഭാഷാ പണ്ഡിതനും പത്രപ്രവർത്തകനും അധ്യാപകനുമായി ഇദ്ദേഹം മലയാളികൾക്ക് 70-ൽ പരം രചനകൾ സമ്മാനിച്ചിട്ടുണ്ട്. കാഴ്ചവട്ടം, ബഷീർമാല, പ്രണയദാഹം, സംസാരം, പാഠാന്തരം എന്നിവ അവയിൽ ചില പ്രധാന കൃതികളാണ്. ഏതൊരു വേദിയിലും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് യാതൊരു വിമുഖതയും പ്രകടിപ്പിക്കാത്ത വ്യക്തിയാണ് നമ്മുടെ അതിഥി. സദാ പ്രസന്ന വദനവുമായി ഏവരെയും അഭിവാദ്യം ചെയ്യുന്ന പ്രൊഫസർ എം എൻ കാരശ്ശേരി മാഷിനെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും 51ന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം സർ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി, ഇതിൻ്റെ പ്രധാന സംഘാടകൻ പ്രവീൺ, പ്രിയപ്പെട്ട അധ്യാപകരെ, അധ്യാപക വിദ്യാർത്ഥികളെ, ഇങ്ങനൊരു പരിപാടിയെപ്പറ്റി പ്രവീൺ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി. കാരണം ഞാൻ 34 കൊല്ലം അധ്യാപകനായിരുന്ന ഒരാളാണ്. ഞാൻ മാതൃഭൂമിയിൽ സബ് എഡിറ്റർ ആയിരിക്കുമ്പോൾ അവിടുത്തെ ശമ്പളത്തിൻ്റെ 1/3 മാത്രം ശമ്പളമുള്ള ഒരു അധ്യാപക ജോലി സ്വീകരിക്കാൻ വേണ്ടി മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ച് പോയ ആളാണ്. എനിക്ക് അത്ര മോഹമായിട്ട് അധ്യാപകനായ ആളാണ്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് എൻ്റെ എല്ലാ ഗുരുനാഥന്മാരെയും നമസ്കരിക്കുന്നു. ലോകത്തിലെ മഹത്തായ ജോലികളിലൊന്നായ അധ്യാപനത്തിലേക്ക് പോകുന്ന ഈ പരിപാടിയുടെ ശ്രോതാക്കളിൽ പ്രധാനികളായ അധ്യാപക വിദ്യാർത്ഥികളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ പരിപാടിയുടെ സാഹിത്യോത്സവത്തിൻ്റെ പേര് എനിക്ക് വലിയ ഇഷ്ടമായി. 51 എന്നാണ്. മലയാളത്തിലെ അക്ഷരത്തിൻ്റെ എണ്ണാണ്. അക്ഷരം പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളിയായി. ഇന്ന് രാവിലെ പത്രം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. 1-ാം ക്ലാസ് തൊട്ട് അക്ഷരം പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഭാഷാ പഠനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം അക്ഷര പഠനമാണ്. നിർഭാഗ്യവശാൽ 10-12 കൊല്ലം അതില്ലാതെയാണ് പോയത്. അതേതായാലും ഇത് കഴിഞ്ഞല്ലോ
എന്നൊരു ആശ്വാസം ഞാൻ ഈ സഭയുമായി പങ്കുവയ്ക്കാം. പിന്നെ എന്നെപ്പറ്റി ഇവിടെ പ്രിൻസിപ്പലും മോഡറേറ്ററും ഒക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ അങ്ങനെയൊക്കെ ആണ് എന്ന് വിചാരിച്ചിട്ടല്ല ഞാനതൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ആയിത്തീരണം എന്ന് അവർക്കൊക്കെ ഒരു അഭിപ്രായമുണ്ട് എന്നുള്ളതായിരിക്കാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സാഹിത്യവും നീതിയും എന്നാണ് എൻ്റെ സംഭാഷണ വിഷയം. അപ്പോൾ നമുക്ക് ആലോചിക്കാനുള്ള ആദ്യത്തെ കാര്യം, ലോകത്ത് സാമാന്യമായി എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒന്നാണ് ആഹാരം കഴിക്കുക, വിസർജിക്കുക, വിശ്രമിക്കുക, എണ ചേർന്ന് പെറ്റുപെരുക. സംസ്കൃതത്തിൽ അത് ചതുഷ്ടയമാണ് എന്ന് പറയും. ഏതൊക്കെയാ ചതുഷ്ടയം? ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം. ആഹാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാം, നീഹാരം എന്ന് പറഞ്ഞാൽ വിസർജിക്കാം, നിദ്ര എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാം, മൈഥുനം എന്ന് പറഞ്ഞാൽ എണ ചേർന്ന് പെറ്റുപെരുക. ഇത് സാമാന്യമായി എല്ലാവർക്കും ഉണ്ട്. മൃഗങ്ങൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, ജലജീവികൾക്കുണ്ട്, സസ്യലതാദികൾക്കുണ്ട്. ഓരോ രീതിയിലാണെന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ എണ്ണ ചേരാതെ വല്ല അമീപമായ അപൂർവമായിട്ടുള്ള വല്ല അപവാദം ഉണ്ടെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇതിലൊരു പ്രശ്നമുള്ളത്, മനുഷ്യരും മറ്റു ജീവജാലങ്ങളായിട്ടുള്ള വ്യത്യാസം. ഈ കാര്യത്തിലൊക്കെ നമ്മൾ നമ്മുടെ ആശയം കൊണ്ട് ചില മൂല്യങ്ങൾ കൽപ്പിക്കും. അപ്പൊ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ കട്ട് തിന്നാലും വിശപ്പ് മാറും, എരന്ന് തിന്നാലും വിശപ്പ് മാറും. പക്ഷേ അങ്ങനെ വിശപ്പ് മാറ്റരുത്. അധ്വാനിച്ച് നേടുന്ന ആഹാരമേ കഴിക്കാവൂ എന്നുള്ളത് ഒരു മൂല്യവ്യവസ്ഥയാണ്. അതിപ്പോ പൂച്ച കട്ട് തിന്നു നമ്മൾ പറയും, പൂച്ചയ്ക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ല. ആലോചിച്ച് നോക്കൂ. അതിപ്പോ നമ്മള് പാത്രം മൂടി വെക്കാൻ മറന്നുപോയി, ആ പൂച്ച കഴിച്ചു. പൂച്ചയ്ക്ക് നേരെ തിന്നലും കട്ട് തിന്നലും ഒന്നുമില്ല. അപ്പൊ പശുവിന്റെ പാല് നമ്മളാണ് കട്ടെടുക്കുന്നത്. പശുവിന്റെ പാല് എന്തിനുള്ളതാണ്? അതിന്റെ കിടാവിന് കുടിക്കാനുള്ളതാണ്. നമ്മളത് കട്ടെടുക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കയറഴിഞ്ഞു പോയാൽ വീട്ടിൽ ഒരു കള്ളപ്പൈ കട്ട് കുടിപ്പിച്ചു, അതിന്റെ കിടാവ് കുടിച്ചു എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ, ഈ മൂല്യവ്യവസ്ഥ ഒക്കെ നമുക്ക് മനുഷ്യജീവികൾക്ക് മാത്രം ഉള്ളതാണ്. എണ ചേരുക, അപ്പൊ പ്രകൃതിയിൽ അങ്ങനെ ഇല്ല. പ്രകൃതിയിൽ അമ്മയും പെങ്ങളും ഇല്ല, കുടുംബം എന്നൊരു സങ്കല്പമല്ല, ആങ്ങളും പെങ്ങളും ഇല്ല, അച്ഛനും അമ്മയിലോ ഒന്നുമില്ല. ഒരു പശുവിന് 1.5 കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ മകനെ മനസ്സിലാവാതെയാവും, കണ്ടാ അറിയില്ല. 1.5 വയസ്സ് കഴിഞ്ഞാൽ. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് എല്ലാ പെണ്ണും പെണ്ണല്ല, ചിലത് അമ്മയാണ്, ചിലത് പെങ്ങളാണ്, ചിലത് മകളാണ് എന്ന് അതിനൊരു മൂല്യവ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ മൂല്യവ്യവസ്ഥയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഇത് ഈ സംഗതികളൊക്കെ നടക്കും, പക്ഷെ അതിനൊക്കെ ചില അതിരുകളുണ്ട്, ചില വിലക്കുകളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്, ചില നിരോധനങ്ങളുണ്ട്. അപ്പൊ ഈ നിരോധനങ്ങളെയാണ് എന്ത് പറയാ, മൂല്യവ്യവസ്ഥ എന്ന് പറയാ. ഒരു പ്രധാനപ്പെട്ട മൂല്യമാണ് സ്നേഹം. ഇത് പശുവിനില്ലേ? ഉണ്ട്. കാക്കയ്ക്കില്ലേ? ഉണ്ട്. പരുന്തിനില്ലേ? ഉണ്ട്. പന്നിക്കില്ലേ? ഉണ്ട്. പക്ഷെ അവരുടേതൊക്കെ അവരുടെ മക്കളോട് മാത്രമാണ്. അവനവന്റെ കുഞ്ഞിന് ആഹാരം കൊടുക്കും പോലെ ഒരു കാക്ക വേറെ ഒരു പക്ഷിയുടെ കുഞ്ഞിന് ആഹാരം കൊടുക്കില്ല. കണ്ടോ? നമ്മളൊരു വ്യത്യാസം വരുന്നുണ്ടോ? നമുക്ക് ഭക്ഷണം കഴിച്ചാലേ വയറ് നിറയുള്ളൂ. എല്ലാവരും സ്ഥിതി അങ്ങനെ. നമുക്ക് അങ്ങനെ അല്ല. നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഈ സമയത്ത് ഒരു അതിഥി വന്നു, അല്ലെ ഒരു അഗതി വന്നു, നമുക്കുള്ള ചോറേ ഉള്ളൂ. ആ ചോറ് പകുത്ത് കഴിക്കേ അല്ലെ മുഴുവൻ മറ്റേ അതിഥിക്കോ അഗതിക്കോ കൊടുക്കുകയോ ചെയ്താലും നമുക്ക് വയറ് നിറയും. ആ വയറ് നിറയാന്നുള്ള ഒരു ശാരീരിക അനുഭവമല്ല. എന്താ അത്? അതൊരു മാനസിക അനുഭവമാണ്. എന്താ കാരണം? നമുക്ക് സന്തോഷമായി, നമുക്ക് നിറഞ്ഞു, പിന്നെ നമുക്ക് വിശക്കുന്നില്ല. ഇത്തരം അനുഭവങ്ങൾ, ഇതാണ് സംസ്കാരത്തിന്റെ അനുഭവങ്ങൾ, മൂല്യങ്ങളുടെ അനുഭവങ്ങൾ. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ അറിവ് വെച്ച് നമുക്ക് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് ജന്തുജാലങ്ങളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, പക്ഷികളിൽ നിന്ന്, സസ്യലതാദികളിൽ നിന്ന്
ജലജീവികളിൽ നിന്ന്, ഇഴജാതികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അപ്പൊ ഈ മൂല്യം ആണ്, ഞാൻ ആവർത്തിക്കാം, മൂല്യം. ഒരുപാട് മൂല്യങ്ങളുണ്ട്. സത്യം പറയണം, സ്നേഹിക്കണം, ദയ കാണിക്കണം, പ്രതികാരം ചെയ്യരുത്, അങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കണം, ഇളയവരെ സ്നേഹിക്കണം, ദരിദ്രരെ സഹായിക്കണം, ആളുകളെ ചൂഷണം ചെയ്യരുത്, ആളുകളെ അവമാനിക്കരുത്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഉള്ള ആളുകളെ നമ്മൾ മനോഗുണമുള്ള ആളുകൾ എന്ന് പറയും. അപ്പോ ഈ മൂല്യങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത്. ഈ മൂല്യങ്ങൾ നിലനിർത്താനാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ പേരിൽ നമ്മൾ ജീവിക്കാൻ എന്ന പോലെ മരിക്കാനും തയ്യാറാവും. കണ്ടോ? സത്യം പാലിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാവുക. സോക്രട്ടീസ് അങ്ങനെ മരിച്ചു. ക്രിസ്തു അങ്ങനെയാണ് കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടത്. ഗാന്ധി അങ്ങനെയാണ് വെടികൊണ്ട് മരിച്ചത്. അവർക്ക് ചില മൂല്യങ്ങൾ ഉണ്ടായിരുന്നു. മറ്റെന്തിനേക്കാളും പ്രധാനമാണ് ആ മൂല്യം. എന്താണത്? ജീവിതത്തെക്കാൾ വില പിടിച്ച ചിലതുണ്ട്, അതിനെയാണ് മൂല്യം എന്ന് പറയുക. സാധാരണ ആളുകൾ മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ? പണത്തിനെയാണ്, ചിലർ അധികാരത്തിനെയാണ്, ചിലർ ഭക്ഷണത്തിനെയാണ്, ചിലർ വേറെ ചില സുഖസൗകര്യങ്ങളെയാണ്, ചിലർ മദ്യത്തെയാണ് ഏറ്റവും മൂല്യവത്തായിട്ട് കാണുക. അങ്ങനെയല്ല, അതൊക്കെ ജന്തുജാലങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് കയ്യൂക്കുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യരുത്. കാരണം ബലം എന്ന് പറയുന്നത് മൂല്യത്തിന്റെ ബലമായിരിക്കണം, അല്ലാതെ ആയുധത്തിന്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ബലമാവരുത്. എന്നത് നമ്മൾ വെച്ചൊരു മൂല്യവ്യവസ്ഥയാണ്. ഇത്തരം മൂല്യവ്യവസ്ഥയുടെ കൂട്ടത്തിൽ നമുക്ക് വേറെ ഒരു സംഗതി കൂടി ഉണ്ട്. എന്താണത്? നമുക്കൊരു എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് സൗന്ദര്യത്തോടൊരു താല്പര്യം, സൗന്ദര്യാഭിനിവേശം. എല്ലാം സുന്ദരമാവണം. ഇപ്പൊ പശുവിനെ തല്ലാൻ വേണ്ടി ഒരു വടി വെട്ടിയാൽ അതൊന്ന് ചെത്തി മിനിക്ക് വൃത്തിയാക്കും. കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ വീടുണ്ടാക്കുകയാണ്, നമ്മൾ മാത്രമല്ല, അപ്പൊ കൂരിയാറ്റ വീടുണ്ടാക്കുന്നു, എന്തൊരു ഭംഗിയാണ് അതിന്. അപ്പോ സൗന്ദര്യം സൃഷ്ടിക്കുക. പക്ഷെ കൂരിയാറ്റക്കുള്ള ബുദ്ധിമുട്ട് എന്താണ്? കൂരിയാറ്റക്ക് അതേമാതിരി വീടുണ്ടാക്കാൻ അറിയുള്ളൂ, വേറെ മാതിരി വീടുണ്ടാക്കാൻ അറിയില്ല. 100 മനുഷ്യര് വീടുണ്ടാക്കുമ്പോൾ 100 തരത്തിലാണ്. 100 കൂരിയാറ്റ വീടുണ്ടാക്കുമ്പോഴും ഒരേമാതിരി. എന്താ? അതിന്റെ ജന്മവാസന കൊണ്ട് അത് ഉണ്ടാക്കുന്നത്. മയില് ആടുന്നു, സൗന്ദര്യം ആവിഷ്കരിക്കുക. കുയില് പാടുന്നു. എങ്ങനെയാ? പാടാതിരിക്കാൻ ഒരു കുയിലിനും പറ്റില്ല, ആടാതിരിക്കാൻ ഒരു മയിലിനും പറ്റില്ല. മനുഷ്യന്മാരുടെ ഇടയ്ക്ക് പാടുന്നവരുണ്ട്. യേശുദാസ് ഉണ്ട്. എല്ലാവരും യേശുദാസ് അല്ല. യേശുദാസിന് പാടാൻ സാധിക്കും, പാടാതിരിക്കാനും സാധിക്കും. കുയിലിന് പാടാതിരിക്കാൻ സാധിക്കില്ല. കാരണം ജന്മവാസന കൊണ്ട് കിട്ടിയ ഒരു ബലം, വളരെ ആ സിദ്ധി സാധന കൊണ്ട് വളർത്തിയെടുത്ത ഒരാളാണ് യേശുദാസ്. അതുകൊണ്ടാണ് അദ്ദേഹം വലിയ പാട്ടുകാരനായിരിക്കുന്നത്. അങ്ങനെ എഴുതാനുള്ള ഒരു ശക്തി വളർത്തിയെടുത്ത ഒരാളാണ് എം ടി വാസുദേവൻ നായർ. എല്ലാവരും എം ടി വാസുദേവൻ നായരല്ല. അദ്ദേഹത്തിന് എഴുതാതിരിക്കാനും സാധിക്കും. അപ്പോ പ്രകൃതി നമ്മളുള്ള ഒരു വ്യത്യാസം ഇതൊക്കെയാണ്. അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, ഈ സൗന്ദര്യത്തിനകത്തുള്ള ഒരു പ്രശ്നം, അതിനെയാണ് കല എന്ന് പറയാ. എന്താ കല എന്ന് പറഞ്ഞ? കല എന്നുള്ള വാക്കിനർത്ഥം അവശേഷം എന്നാ. ഇപ്പൊ നിങ്ങൾ സൈക്കിളിൽ നമ്മളൊന്ന് വീണു, കാലിന് മുറിവ് പറ്റി, അവിടെ കല ബാക്കിയാവും, അവരടയാളം ബാക്കിയാവും. ബാക്കിയായതെന്നാ ചന്ദ്രകല എന്ന് പറയും, ചന്ദ്രന്റെ അവശേഷം. ശശികല എന്ന് പറയും. കല എന്ന് പറഞ്ഞാൽ അവശേഷികൾ. നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ അവശേഷത്തെയാണ് എന്ത് പറയാ? കല എന്ന് പറയും. ഒരുപാട് കലകളുണ്ട്, 64 കലകളുണ്ടെന്ന് പറയും. ചിത്രകല, അപ്പൊ പാചകം ഒരു കലയാണ്. ഇതുപോലെ ഒരു കലാരൂപമാണ് സാഹിത്യം. നമ്മളിപ്പോ സാഹിത്യത്തെ പറ്റിയാണ് പ്രധാനമായിട്ട് പറയാൻ പറ്റും. അപ്പൊ ഒരു ചോദ്യമുണ്ട്, കലയുടെ ഉദ്ദേശം എന്താ? അപ്പോ പൊതുവെ ആളുകൾ പറയും കല ആനന്ദിക്കാൻ വേണ്ടിയാണ്. ഒരു പാട്ട് കേൾക്കുന്നു, നമുക്ക് ആനന്ദമായി. ഒരു ചിത്രം കാണുന്നു, ആനന്ദമായി. നൃത്തം കാണുന്നു, ആനന്ദമായി. ഒരു കവിത വായിക്കുന്നു, ആനന്ദമായി. നമ്മൾ യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ ബഷീറിന്റെ ഒരു കഥ വായിക്കുന്നു, അല്ലെങ്കിൽ നമ്പൂതിരിയുടെ ഒരു ചിത്രം കാണുന്നു, അല്ലെങ്കിൽ ഐശ്വര്യ റായിയുടെ ഒരു നൃത്തം കാണുന്നു, മമ്മൂട്ടിയുടെ അഭിനയം കാണുന്നു. കണ്ടോ? ഇതൊക്കെ കലാരൂപങ്ങളാണ്. അതൊക്കെ നമുക്ക് ആനന്ദം കിട്ടും. അപ്പൊ ആനന്ദത്തിന് വേണ്ടിയാണ് കല എന്നൊരു വാദമുണ്ട്. ആ വാദത്തെയാണ് എന്ത് പറയാ? കല കലയ്ക്ക് വേണ്ടി എന്ന് പറയാം. ആർട്ട് ഫോർ ആർട്ട് സേക്ക്. കല കലയ്ക്ക് വേണ്ടി.
ചിലര് പറയും ജീവിതത്തെ ചില മൂല്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കല. കണ്ടോ, കല ജീവിതത്തിന് വേണ്ടി, ആർട്ട് ഫോർ ലൈഫ്, ജീവിതത്തിന് വേണ്ടിയാണ്. അതിനെന്താ പറയാ, അതിന് പ്രയോജനവാദം എന്ന് പറയും. അപ്പൊ രണ്ട് വാദങ്ങളാണ്. ഒന്ന് കല കലയ്ക്ക് വേണ്ടി, അതാണ് ആനന്ദവാദം. രണ്ട് കല ജീവിതത്തിന് വേണ്ടി, അത് പ്രയോജനവാദം. ഇത് പണ്ടേ ഉള്ളൊരു തർക്കമാണ്. ലോകത്തിന്റെ പല ഭാഗത്തും പല കാലത്ത് പല മാതിരി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ വലിയ ആളുകൾ രണ്ട് ഭാഗത്തും വന്നിട്ടുണ്ട്. ഓസ്കാർ വൈൽഡ് അങ്ങനെ കലയ്ക്ക് വേറെ ലക്ഷ്യമൊന്നും ആവശ്യമില്ല, ആനന്ദം ഉൽപ്പാദിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾ ഒരാളാണ്. ഇപ്പൊ നൊബോക്കോ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഞാനൊരു പോസ്റ്റ്മാൻ അല്ല, എനിക്ക് സന്ദേശം കൊണ്ടു കൊടുക്കലല്ല പണി, ഞാൻ എഴുത്തുകാരനാണ്, അദ്ദേഹം നോവലിസ്റ്റാണ്. ഇപ്പൊ ടോൾസ്റ്റോയ്, അദ്ദേഹം കല ജീവിതത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിച്ച ആളാണ്. തൻ്റെ നോവലുകളെക്കാൾ അദ്ദേഹം വിലമതിച്ചിരുന്നത് എന്തിനെയാണ്? തൻ്റെ സാരോപദേശ കഥകളെയാണ്. അത് ചിലത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ത്യയിൽ പണ്ടേ ഉള്ളൊരു വാദം സാഹിത്യം വിദ്യയാണ് എന്നാ. സാഹിത്യ വിദ്യ എന്നൊരു സങ്കല്പമുണ്ട്. ഇവിടെ സാഹിത്യം, കവിത എന്ത് ചെയ്യുന്നു? അത് ഭാര്യയെ പോലെയാണ് എന്നാ, കാന്തയെ പോലെയാണ്. എന്താണ്? അവള് എല്ലാം നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. ആ കൂട്ടത്തിൽ നമ്മൾ വേണ്ടത്ര തിരിച്ചറിയാതെ നമ്മൾ ചില പാഠങ്ങൾ പഠിപ്പിക്കും. കേരളത്തില് 1937 ജീവൽ സാഹിത്യ സംഘം ഉണ്ടായത്. ആ ജീവൽ സാഹിത്യ സംഘമാണ് പിന്നീട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായത്. ആ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വേറെ ചില രൂപാന്തരങ്ങൾ ഇപ്പോഴുണ്ട്. 40കളിലാണ് അത് ശക്തമായിരുന്നത്. 44-54 കാലത്താണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, പ്രോഗ്രസീവ് ലിറ്ററേച്ചർ മൂവ്മെന്റ്. ആദ്യകാലത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, ഗാന്ധി ശിഷ്യന്മാർ അതിനകത്തുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. പിന്നെ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ഒരു സംവിധാനമായിട്ട് മാറി. അതിനെ എതിർത്തിരുന്ന ഒരാളാണ് കുട്ടികൃഷ്ണമാരാർ, പിന്നെ സഞ്ജയൻ, സുകുമാർ അഴീക്കോട്, ഡോക്ടർ കെ ഭാസ്കരൻ നായർ തുടങ്ങിയ നിരൂപകന്മാരെ എന്നെ എതിർത്തു. അതിനെ അനുകൂല പക്ഷത്തുണ്ടായിരുന്ന ആൾക്കാരാണ് വള്ളത്തോൾ നാരായണ മേനോൻ, ജോസഫ് മുണ്ടശ്ശേരി, MP പോൾ, അങ്ങനെ അനവധി ആളുകൾ. അപ്പോ കുട്ടികൃഷ്ണമാരാര് അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് സാഹിത്യ വിദ്യ എന്ന്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സാഹിത്യത്തിന്റെ ലക്ഷ്യം ജ്ഞാനലബ്ധിയാണ്, മനസ്സംസ്കാരമാണ്. കവി കാലംശത്തിലെ കലാകാരനായിരിക്കേണ്ടു, മുക്കാലംശത്തിലും മനുഷ്യ സംസ്കാരത്തിന്റെ ചിഹ്നമായിരിക്കാണ് വേണ്ടത്. പക്ഷെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായിട്ട് മാരാര് പിണങ്ങി, അവരോട് തർക്കിച്ചു, അവരെ എതിർത്തു. എന്താ കാരണം? അത് കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മാരാര് യോജിക്കൂല. കാരണം മാരാര് ഗാന്ധി മാർഗക്കാരനാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം, സാഹിത്യത്തിന്റെ ലക്ഷ്യം ജീവിതത്തെ ചിലത് പഠിപ്പിക്കലാണ് എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ മാരാര് അവരോട് യോജിച്ചു. പക്ഷെ പഠിപ്പിക്കേണ്ട മൂല്യം എന്താണ് എന്നുള്ളതിൽ വിയോജിച്ചു. ഇപ്പൊ ഗാന്ധി സാഹിത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതത്തെ ചിലത് പഠിപ്പിക്കാന്ന് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു വാക്യം, കല പ്രകൃതി പോലെ ലളിതവും സുഗ്രഹവും ആയിരിക്കണം എന്നാണ്. കവിയായ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ഗാന്ധിയാണ്. ഇന്നിപ്പോ സാമാന്യമായിട്ട് ആളുകൾ ഗുരുദേവ് എന്ന് മാത്രം പറഞ്ഞാൽ ടാഗോറാണ്. 7 വയസ്സ് മൂത്തതാ ഗാന്ധിയേക്കാൾ ടാഗോർ. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണിത്. എനിക്ക് 2 ഗുരുനാഥന്മാരേ ഉള്ളൂ, ഒന്ന് ടോൾസ്റ്റോയും മറ്റൊന്ന് ഭഗവത്ഗീതയാണ്. അപ്പൊ ഗീതയുടെ മുമ്പേ ടോൾസ്റ്റോയുടെ പേര് പറഞ്ഞു ഗാന്ധി. അവർ തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷെ ധാരാളം കത്തടപാടും ബന്ധമൊക്കെ ഉണ്ടായി. ഇതിലിപ്പോ ഏതാ ശരി? കല കലയ്ക്ക് വേണ്ടി അല്ലെ സാഹിത്യം ആനന്ദിക്കാനുള്ളതാണോ അതോ ജീവിതത്തിൽ ചെന്ന് പഠിപ്പിക്കാനുള്ളതാണോ? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാരാര് പറഞ്ഞു, കല ജീവിതം തന്നെ. കല കലയ്ക്ക് വേണ്ടിയോ കല ജീവിതത്തിന് വേണ്ടിയോ എന്ന് പറഞ്ഞതിനേക്കാൾ അർത്ഥമുള്ളത് കല ജീവിതം തന്നെ എന്ന് പറയുന്നതാണെന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ സമാഹാരത്തിനുള്ള പേര് തന്നെ കല ജീവിതം തന്നെ എന്നാണ്. അത് കുറച്ച് അതിശയോക്തിയാണ്. കല ജീവിതമല്ലല്ലോ, പക്ഷെ ആ അളവിൽ പ്രധാനമായിട്ട് കലയെ കാണണം എന്നാണ് മാരാർ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക,
ഈ മൂല്യങ്ങൾ എന്ന് പറഞ്ഞു. ഏതാണ് ഏറ്റവും വലിയ മൂല്യം? വലിയ തർക്കാതെ. ഏറ്റവും വലിയ മൂല്യം എന്താണ്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സ്നേഹമാണ് ഏറ്റവും വലിയ മൂല്യം. അതിനേക്കാൾ വലിയ മൂല്യമല്ല. എല്ലാ മൂല്യങ്ങളും അതിൽ അടങ്ങും. എല്ലാ മൂല്യങ്ങളും അതിൽ അടങ്ങും. അപ്പൊ സത്യം അതിനകത്ത് അടങ്ങുമോ? അടങ്ങും. സത്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരാളോട് സത്യസന്ധമായി പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നതിന് അർത്ഥമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും. അപ്പോ ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെ, അല്ലെങ്കിൽ ചില മൃഗങ്ങളെ, അല്ലെങ്കിൽ ചില സസ്യങ്ങളെ, ചില മരങ്ങളെ, ചില നദികളൊക്കെ സ്നേഹിക്കാൻ പറ്റും. ലോകം മുഴുവൻ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അപ്പൊ അതിനെന്ത് വേണം? അതിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് നീതി എന്ന് ഒരു മൂല്യം വേണം. നീതി, ജസ്റ്റിസ്. നമ്മുടെ മുമ്പിൽ ഒരു അന്യായം നടക്കുന്നു, ഒരു അക്രമം നടക്കുന്നു, ഒരു അനീതി നടക്കുന്നു. അത് കണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നത് എന്താ അർത്ഥം? ഒന്നുകിൽ നമ്മൾ ആ അക്രമിയുടെ കൂടെയാണ്, ആ അനീതി ചെയ്യുന്ന ആളുടെ കൂടെയാണ്, ആ അന്യായക്കാരന്റെ കൂടെയാണ്. അല്ലെങ്കിൽ നമ്മൾ അയാളെ പേടിച്ചിട്ടോ നമ്മുടെ അസൗകര്യം മാനിച്ചോ നമ്മൾ നിശബ്ദരായിരിക്കുന്നു. നമ്മൾ ഒന്നുകിൽ മൗനം കൊണ്ട് അതിനെ അനുവദിക്കുന്നു, അല്ലെ വാക്കുകൊണ്ട് അതിനെ അനുകൂലിക്കുന്നു. രണ്ടും അന്യായമാണ്, രണ്ടും തെറ്റാണ്. അപ്പൊ നീതിയാണ് പ്രശ്നം. നീതി എന്ന് പറഞ്ഞാൽ എന്താ? നീതി എന്ന് പറയുന്നത് നമ്മളോട് ആളുകൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ വിചാരിക്കുന്നു, അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിനെയാ നീതി എന്ന് പറയാം. എങ്ങനെ? ആളുകൾ എങ്ങനെ നമ്മളോട് പെരുമാറണം നമ്മൾ വിചാരിക്കുന്നു, അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക. ഉദാഹരണം, നമ്മുടെ പണം ആരും കട്ടുകൊണ്ടുപോകാൻ പാടില്ലെങ്കിൽ നമ്മൾ ആരുടെയും കക്കാൻ പോകരുത്. നമ്മളെ ആരും തല്ലുന്നത് ശരിയല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ തല്ലാൻ പോകരുത്. നമ്മളെ ആരും കൊല്ലുന്നത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആരെയും കൊല്ലാൻ പോകരുത്. നമ്മളെ ആരും അവമാനിക്കാൻ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ അവമാനിക്കാൻ പോകരുത്. കണ്ടോ? വളരെ ലളിതമാണിത്, വളരെ ലളിതമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു സ്ഥലത്ത് ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ഓഫീസർ നിങ്ങളോട് ഇരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ വരുന്ന ഒരാളോട്, നിങ്ങളുടെ സാഹചര്യത്തിൽ എത്തിപ്പെടുന്ന ഒരാളോട് നിങ്ങൾ ഇരിക്കൂ എന്ന് പറയണം. നിങ്ങൾ ചായ കുടിക്കുമ്പോൾ നിങ്ങളൊരാളെ കാണുമ്പോൾ അയാൾ ചായ കുടിക്കുകയാണെങ്കിൽ ചായ വേണോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഒരാളോട് നിങ്ങൾ ചോദിക്കണം ചായ വേണോ നിങ്ങൾ കൊടുക്കണം. ഇതുപോലെ നിങ്ങൾക്ക് വിശന്നിരിക്കുമ്പോൾ ഒരാൾ വിശപ്പ് മാറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് നമ്മൾ വേറൊരാളോട് ചെയ്യണം. ഇതിനെന്ത് വേണം? ഇതിന് തുല്യത വേണം, ഈക്വാലിറ്റി, തുല്യതാബോധം. അപ്പൊ നമ്മുടെ ഭരണഘടന ഉറപ്പാക്കിയ ഒരു സാധനമാണ് ആർട്ടിക്കിൾ 14 എന്നാണ് എൻ്റെ ഓർമ്മ. 14-ാം വകുപ്പ്. എന്താ അത്? തുല്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി. നിങ്ങൾ ഏത് ഭാഷക്കാരനാണ്, ഏത് ജാതിക്കാരനാണ്, ഏത് മതക്കാരനാണ്, ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ, പണക്കാരനാണോ പാവപ്പെട്ടവനാണോ, പണ്ഡിതനാണോ പാമരനാണോ എന്നുള്ളതൊന്നും നോക്കാതെ നിങ്ങളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കൊരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് എൻ്റെ അന്തസ്സിന് തുല്യമാണ് എന്ന തരത്തിൽ ഞാൻ അതിനെ അംഗീകരിക്കുക. ഈ തരത്തിലുള്ള ഒരു അംഗീകാരം, ഈ തരത്തിലുള്ള ഒരു അവസര സമത്വം, ഈ തരത്തിലുള്ള ഒരു പെരുമാറ്റം നമുക്ക് എല്ലാവരോടും വേണം. ഇതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കിയ ഒരു സാധനം. ഇപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞ സാധനം ഇതാ. നിങ്ങൾ ഭൂരിപക്ഷ സമുദായമോ ന്യൂനപക്ഷ സമുദായമോ, നിങ്ങൾ ആദിവാസിയാണോ ദളിതനാണോ ന്യൂനപക്ഷക്കാരനാണോ, നിങ്ങൾ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ, ഇതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ബംഗാളിയാണോ മറാത്തിയാണോ ഹിന്ദിക്കാരനാണോ തമിഴനാണോ മലയാളിയാണോ, അതൊരു വിഷയമല്ല. എന്താണ്? ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു അന്തസ്സുണ്ട്. ഇപ്പോ പടിഞ്ഞാറൻ നാടുകളിൽ ശക്തിപ്പെട്ടു വരുന്ന ഹരിത രാഷ്ട്രീയമുണ്ട്, ഗ്രീൻ പൊളിറ്റിക്സ്. എന്താണ്? പ്രകൃതിക്ക്, ഒരു മരത്തിന്, ഒരു പട്ടിക്ക്, ഒരു പന്നിക്ക്, ഒരു തത്തയ്ക്ക്, ഒരു കുരങ്ങിന്, ഒരു അണ്ണാന് നിങ്ങളെപ്പോലുള്ള അവകാശങ്ങൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അടിസ്ഥാന സത്വം. നിങ്ങളൊരു പുഴയോട് അന്യായം കാണിക്കാൻ പാടില്ല, ഒരു മലയോട് അന്യായം കാണിക്കാൻ പാടില്ല, ഒരു പാറയോട് അന്യായം കാണിക്കാൻ പാടില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഒരു വാദമായിരുന്നു ഹ്യൂമനിസം, മാനവികതാവാദം. എന്താണ്? ഈ ലോകത്തിന്റെ കേന്ദ്രം മനുഷ്യനാണ്, എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല, മതം മനുഷ്യന് വേണ്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല മനുഷ്യൻ,
മനുഷ്യന് വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ മനുഷ്യ കേന്ദ്രിതമായ ഒരു ആലോചന ഉണ്ടായി. ഇപ്പൊ അത് മാറി. എന്താണ്? ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങളുണ്ട്. പറവകളുണ്ട്, മരങ്ങളുണ്ട്, മലകളുണ്ട്, നദികളുണ്ട്, ഇഴജാതികളുണ്ട്, സസ്യലതാദികളുണ്ട്, ജലജീവികളുണ്ട്. ആ കൂടുതൽ ഒരാളാണ് നിങ്ങൾ. ബഷീറിന്റെ ഒരു കഥ എങ്ങനെയാണ്? ഭൂമിയുടെ അവകാശികൾ. നിങ്ങൾക്കുള്ള അവകാശം ഒരു പനിനീർപ്പൂവിനുണ്ട്, ഒരു വണ്ടിനുണ്ട്, ഒരു പുഴുവിനുണ്ട്. അഹിംസ എന്നുള്ളതാണ് ഇതിന്റെ തത്വം. അതിപ്പോ നമ്മുടെ നാട്ടില് 2500 കൊല്ലം മുമ്പ് അതിനെപ്പറ്റി സംസാരിക്കും. ആര്? ശ്രീബുദ്ധൻ സംസാരിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ അത് പ്രാവർത്തികമാണെന്ന് കാണിക്കും ഗാന്ധി. ക്രിസ്തു അഹിംസയുടെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ്. സ്നേഹം എന്ന് പറയുന്നത്, തുല്യത എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരേ കാര്യത്തിന്റെ പല പല പേരുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നീതിയില്ലാതെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞതിന് അർത്ഥമല്ല. ഒരു തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്ന മുതലാളി തൊഴിലാളിയെ സ്നേഹിക്കുന്നു പറഞ്ഞതിന് അർത്ഥമല്ല. കാരണം അവിടെ ചൂഷണമുണ്ട്. ഒരു ചൂഷകനായ ഒരു ജന്മി ചൂഷിതനായ കുടിയാനെ സ്നേഹിക്കുന്നു പറഞ്ഞതിന് അർത്ഥമല്ല. അതൊക്കെ വായുകൊണ്ട് പറയുന്നതാണ്, കാണിക്കുന്നതാണ്. അപ്പോ അത് പ്രവൃത്തിയിൽ കാണണം. അതിനാണ് എന്ത് പറയാ? സ്നേഹം എന്ന് പറയാം. അപ്പൊ ഇത്തരം മൂല്യങ്ങൾ, ഈ നീതിയെപ്പറ്റി, സമത്വത്തെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇതാണ് കലയുടെ പ്രധാനപ്പെട്ട ധർമ്മം, പ്രത്യേകിച്ച് സാഹിത്യ കലയുടെ ധർമ്മം. ഇപ്പൊ കലകൾ പലതുണ്ട്. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കലയാണ് സംഗീതം. അതിനകത്ത് വല്ല മൂല്യമുണ്ടോ? ചില അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഒരു കവിത, വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്നുള്ള കവിതയിൽ ഒരു ഫ്രൂട്ട് വായന തമ്മിൽ എന്താ വ്യത്യാസം? മാമ്പഴം എന്നുള്ള കവിതയിൽ ആശയങ്ങളുണ്ട്. ഒരാൾ പുല്ലാങ്കുഴൽ വായിക്കുന്നു, അതിൽ ആശയങ്ങളൊന്നുമില്ല, അതിൽ അനുഭവമുണ്ട്, അനുഭൂതിയുണ്ട്. ആ അനുഭൂതി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. നമുക്ക് ആ സമയത്ത് ഒരു അക്രമം കാണിക്കാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിന്റെ ശാന്തി, സമാധാനം അത് ഉറപ്പാക്കും. അങ്ങനെ കലകൾ പലതാണ്. എല്ലാ കലകളും മൂല്യവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഓ, ചിത്രകല അത് കാണുന്നതിന്റെ ഭംഗിയാണ്, കാഴ്ചയുടെ ഭംഗിയാണ്. അതിലെന്താണ് ആശയം എന്ന് ചിലർ ചോദിക്കും. പിക്കാസോവിന്റെ ഗെർണിക്ക എന്നുള്ള പ്രസിദ്ധമായ ചിത്രമുണ്ട്. എന്താണത്? ഗെർണിക്ക എന്നൊരു ഗ്രാമത്തിന്റെ പേരാണ്. അവിടെ ബോംബ് വീണു. ആ ബോംബ് വീണപ്പോ എങ്ങനെയാണ് അവിടുത്തെ സാമൂഹ്യ ജീവിതം, ജനജീവിതം, മനുഷ്യജീവിതം, മൃഗങ്ങള്, പക്ഷികള്, പ്രകൃതി ഒക്കെ തകർന്ന് താറുമാറായി പോയത് എന്ന് കാണിക്കുന്ന ഭീകരമായ അനുഭവം ചിത്രീകരിക്കുന്ന ഒരു ഗംഭീര ചിത്രമാണ് ഗെർണിക്ക. അത് യുദ്ധത്തിനെതിരായിട്ട് എഴുതപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ്. അതിൽ ആശയങ്ങളുണ്ട്, കാഴ്ച മാത്രമല്ല. അപ്പോ അത് എല്ലാ വീടിന്റെയും ചുവരുകളിൽ ആളുകൾ പിന്നെ നോക്കി പകർത്താൻ തുടങ്ങി. അങ്ങനെ അത് വലിയ പ്രശ്നമായി. പട്ടാളക്കാർ വന്ന് പിക്കാസോനോട് ചോദിച്ചു, നിങ്ങളാണോ ചിത്രം വരച്ചത്? അപ്പൊ പിക്കാസോ പറഞ്ഞു അല്ല. പിന്നെ ആരാ ചിത്രം വരച്ചത്? നിങ്ങളാണ് ചിത്രം വരച്ചതെന്ന് പിക്കാസോ പറഞ്ഞു. ആരാ? പട്ടാളക്കാർ ബോംബിട്ടിട്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഉണ്ടോ? അപ്പൊ അതിലും ഒരു നൃത്തത്തിൽ ആശയങ്ങൾ ഉണ്ടാവും, ഗാനത്തിൽ ആശയങ്ങൾ ഉണ്ടാവാം, ചിത്രത്തിൽ ആശയങ്ങൾ ഉണ്ടാവാം. പക്ഷെ അപ്പോഴൊക്കെ അത് നീതി എന്നുള്ള, തുല്യത എന്നുള്ള ഒരു ആശയമാണ്. നമുക്കിപ്പോ ഇവിടെ ഓർക്കാൻ പറ്റിയൊരു ഉദാഹരണമാണ് രാമായണം. എന്താ? രാമായണം എന്ന് പറയുന്നത് ആദി കാവ്യമാണെന്നാണ് നമ്മുടെ വിശ്വാസം. വാൽമീകി ഒരു ആദ്യകാലത്ത് ഒരു പിടിച്ചുപറിക്കാരനായ കാട്ടാളനായിരുന്ന ആള് പിന്നീട് കുറ്റബോധം വന്ന് തപസ് ചെയ്ത് മുനിയായി തീർന്നു എന്നാണ്. വൽമീകം എന്ന് പറഞ്ഞാൽ മൺപുറ്റ് എന്നാണ്. അദ്ദേഹം ഇരുന്ന് മൺപുറ്റ് മൂടിപ്പോയി എന്നാണ്. പിന്നെ ഇന്ന് പുറത്തു വന്നു, അങ്ങനെ വാൽമീകി എന്ന് പറയും. അപ്പോ അദ്ദേഹം രാമന്റെയും സീതയുടെയും കഥ എഴുതും. അല്ല, രാമൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ്. അദ്ദേഹം കോസലത്തെ രാജാവാണ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് രാമൻ. അദ്ദേഹത്തിന്റെ പത്നിയാണ് സീത. അതാരാത്? അത് വിദേഹത്തെ രാജാവ് ജനകന്റെ പുത്രിയ, വളർത്തുപുത്രിയ. വൈദേഹി എന്ന് അവളെ വിളിക്കും, ജാനകി എന്ന് അവളെ വിളിക്കും, സീത എന്നാണ് പ്രസിദ്ധമായ പേര്. അപ്പൊ അവരുടെ കഥ അദ്ദേഹം കാവ്യമായിട്ട് എഴുതും.
അതിന് പ്രചോദനമായി തീർന്നത് ഇങ്ങനെയാണ് ആ കഥ പറയുന്നത്. ഒരു കാട്ടാളൻ ഒരു ക്രൗഞ്ചപ്പടകളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തി. ആ അമ്പ അയക്കുന്ന അപ്പോ അവര് പ്രണയസല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രൗഞ്ചപ്പടകളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തി. ആൺകിളി അമ്പ കൊണ്ട് പടഞ്ഞു വീഴാൻ. ഇത് കാണുന്ന മുനി കൈ ഉയർത്തി പറഞ്ഞു എന്നാണ്, കാട്ടാള അരുതേ, മാ നിഷാദ, മാ നിഷാദ, അരുത് എന്നാണ്, ചെയ്യരുത് എന്നാണ്, ആക്രമിക്കരുത് എന്നാണ്, ഹിംസ ചെയ്യരുത് എന്നാണ്, ക്രൂരത കാണിക്കരുത് എന്നാണ്. അവിടുന്നാണ് ഈ കാവ്യരചന ഉണ്ടാവുന്നത്. എന്താണ് ആ കാവ്യത്തിലെ കഥ? ആ കാവ്യത്തിലെ കഥ ദശരഥ മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിന്റെ രഘുകുലത്തിന്റെയും കഥയാണ്. പ്രധാനമായിട്ട് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നുള്ള സഹോദരന്മാരുടെ കഥയാണ്. അപ്പോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന്റെ കഥ അപ്പോ സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയാം. സീതയെ ലങ്കയിലെ രാക്ഷസ രാജാവ് രാവണൻ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുപോയി കടലിൽ അണകെട്ടി അക്കരെ ചെന്ന് യുദ്ധത്തിൽ രാവണനെ തോൽപ്പിച്ച് കൊന്ന് സീതയെ വീണ്ടെടുത്ത് രാമൻ അയോധ്യയിൽ മടങ്ങിയെത്തി. ഈ കാലത്ത് ഒരു അപവാദ കഥ രാക്ഷസ രാജാവിന്റെ രാജധാനിയിൽ കുറക്കാലം കഴിഞ്ഞുകൂടിയ സീത പതിവ്രതയാണോ അല്ലേ എന്നുള്ള ഒരു സംശയം പ്രജകളുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ രാമൻ അവളെ കാട്ടിൽ ഉപേക്ഷിക്കാം. അവളെ രക്ഷിക്കുന്ന വാൽമീകി ആശ്രമത്തിലാണ് സീത പ്രസവിക്കുന്നത്. അവളെ ഇരട്ട പ്രസവിച്ച കുട്ടിയുടെ പേരാണ് ലവനും കുശനും. ഈ ലവകുശന്മാരെ പഠിപ്പിക്കാണ് വാൽമീകി ഈ കാവ്യം. എന്നിട്ട് അവര് മുതിർന്നപ്പോ അവര് പാടി നടന്നിട്ടാണ് രാജധാനിയിൽ ഇങ്ങനെ ഒരു ശ്രീരാമേന്ദ്ര മഹാരാജാവിന്റെ കഥയൊക്കെ പാട്ടായിട്ട് കുട്ടികൾ പാടുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ മഹാരാജാവ് ആളെ അയച്ചിട്ടാണ് വാൽമീകി വരുന്നത്. കൂടെ സീതയും വന്നു. അപ്പോ ആ ദർബാറിൽ വെച്ചിട്ട് കവി ഒരു ചോദ്യം രാജാവിനോട് ചോദിക്കുന്നു. അല്ലയോ മഹാരാജൻ, 1000 ആണ്ടുകളുടെ എന്റെ തപശക്തി മുഴുവൻ ഞാൻ അങ്ങയുടെ മുമ്പിൽ പണയം വെക്കാം. അങ്ങ് പറയൂ, ഈ പെൺകുട്ടി അങ്ങയോട് അറിഞ്ഞോ അറിയാതെയോ വല്ല അപരാധവും ചെയ്തിട്ടുണ്ടോ എന്ന്. ഒരു ഭരണാധികാരിയോട് രാവണനെ തോൽപ്പിച്ചു കൊന്ന പരാക്രമിയായ രാമേന്ദ്ര മഹാരാജാവിനോട്, വിഷ്ണുവിന്റെ അവതാരമായ രാമനോട്, നാടുവാഴുന്ന രാജാവിനോട് അദ്ദേഹത്തിന്റെ രാജധാനിയിൽ വെച്ചിട്ട് ഒരു എഴുത്തുകാരൻ ചോദിക്കുകയാണ്, അല്ലയോ മഹാരാജൻ, അങ്ങ് പറയൂ. വാൽമീകി രാമായണത്തിൽ രാമൻ വാൽമീകി മഹർഷിയോട് മാപ്പ് പറയുന്ന രംഗമുണ്ട്. അപ്പൊ സീതയെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷെ സീത എന്തു പറഞ്ഞു? സീത പറഞ്ഞത്, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഭർത്താവിനോട് ഒരപരാധവും ചെയ്തിട്ടില്ല എങ്കിൽ ഈ സമയത്ത് ഞാൻ ഭൂമിയിലേക്ക് ആണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. അവള് ഭൂമിയിലേക്ക് ആണ്ടുപോയി. ആരാ അവള്? അവള് ഭൂമിയുടെ പുത്രിയാണ്, ഭൂമികന്യകയാണ് സീത. സീത എന്നുള്ള വാക്കിനർത്ഥം ഉഴവുചാൽ എന്നാണ്. ജനക മഹാരാജാവ് കന്നുകൂട്ടുമ്പോ മണ്ണിന്ന് കിട്ടിയ കുട്ടിയാ സീത. ഇത് നോക്കിയാൽ മതി. സാഹിത്യത്തിന്റെ സ്വഭാവം എന്താ? അതിന്റെ സ്വഭാവം അത് എല്ലാതരം അനീതിക്കും അന്യായത്തിനും എതിരാണ്. കാളിദാസൻ അദ്ദേഹത്തിന്റെ രഘുവംശം എന്നുള്ള കാവ്യത്തില് സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്ന രംഗം വർണ്ണിക്കുന്നു. അപ്പൊ ഈ ഒരു കഥ അറിയാതെ സന്ധ്യാവന്ദനത്തിന് പോവാണ് ആര്? വാൽമീകി മഹർഷി. അപ്പൊ ആരോ അവിടെ കരയുന്നു, കാട്ടിലാരോ കരയുന്നു. ആ കരച്ചിൽ കേട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് വാൽമീകി. അന്നത്തെ കവി ആയിട്ടില്ല, കവിത ഒന്നും എഴുതിയിട്ടില്ല, വാൽമീകി രാമായണം ഒന്നും എഴുതിയിട്ടില്ല. അവിടെ കാളിദാസൻ പറയാണ്, കരച്ചിലിന്റെ പിറകെ പോകുന്നവനാണ് കവി. കവിയുടെ നിർവചനാണത്. കവി രുദിതാനുസാരി. എങ്ങനെ? കവി
രുദിതാനുസാരി, രോദനത്തെ അനുസരിക്കുന്നവനാണ് കവി. കണ്ടോ, കവി ആയിട്ടില്ല, കവിയാവാൻ പോകുന്നേ. കാളിദാസൻ നേരത്തെ നിർവഹിച്ചു. അപ്പോ ഇങ്ങനെ ഇപ്പൊ കാളിദാസന്റെ കാര്യം എടുത്തു. ദുഷ്യന്ത മഹാരാജാവ് ചെയ്ത അന്യായം എന്താണ്? അദ്ദേഹം നായാട്ടിന് പോയി. ആ നായാട്ടിന് പോയപ്പോ വനമധ്യത്തിൽ വെച്ചിട്ട് സുന്ദരിയായ ഒരു ആശ്രമ കന്യകയെ കണ്ടു. അവിടെ അദ്ദേഹം പ്രാപിച്ചു. അവള് പറയുന്നു, എൻ്റെ പിതാവ് താത കണ്ണുന് ഇവിടെ ഇല്ല, അദ്ദേഹം വന്ന സന്തോഷമായിട്ട് എന്നെ അദ്ദേഹം അങ്ങേക്ക് തരും. അപ്പൊ അദ്ദേഹത്തിന് അതിന് സമയമില്ല, ക്ഷമയില്ല. അപ്പൊ പറഞ്ഞു, ഹേ സുന്ദരി, നീ തന്നെ നിന്നെ എനിക്ക് തരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഗർഭിണിയായ അവളെ അദ്ദേഹം മറന്നുപോയി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു. കാളിദാസന്റെ കൃതികളിലേക്ക് അങ്ങനെ പറയും, കവികളിലേക്ക് കാളിദാസൻ, കാളിദാസ കൃതികളിലേക്ക് ശാകുന്തളം, ശാകുന്തളത്തിലേക്ക് 4-ാം അംഗം, 4-ാം അംഗത്തിലേക്ക് 4 ശ്ലോകം എന്ന് പറയും. സംസ്കൃതക്കാര് പറയുന്നൊരു ചൊല്ല. എന്താ കാര്യം? കാളിദാസ കൃതികളിൽ ഏറ്റവും പ്രസിദ്ധമായ ഏതാണ്? ശാകുന്തളം. ശാകുന്തളം ഒരു രാജാവിനെ വിചാരണ ചെയ്യുന്നുണ്ട്. അതിലെ 7-ാം അംഗത്തിൽ ആണ് ദുഷ്യന്ത മഹാരാജാവ് ശകുന്തലയുടെ കാക്കൽ നമസ്കരിച്ച് മാപ്പ് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ മഹാഭാരതം എടുക്കുക, വ്യാസന്റെ മഹാഭാരതം. ഇപ്പൊ വ്യാസൻ എന്ന് പറയുന്ന ഒരാളാണോ, പല ആളുകൾക്കുള്ള പേരാണോ, അങ്ങനെയൊക്കെ തർക്കം കിട്ടും. വ്യാസൻ എന്ന് പറഞ്ഞാൽ വ്യസിച്ചവൻ, പകുത്തവൻ. പണ്ട് വേദങ്ങളൊക്കെ എല്ലാം കൂടി ഒന്നായിരുന്നു. അതിങ്ങനെ ഋഗ്വേദം, അഥർവണവേദം, സാമവേദം, യജുർവേദം എന്ന് 4ആയിട്ട് പകുത്തത് വ്യാസനാണെന്ന് പറയും. പഞ്ചമവേദമായ മഹാഭാരതം രചിച്ചു അദ്ദേഹമാണെന്ന് പറയും. അപ്പൊ വേദവ്യാസൻ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ വ്യസിച്ചവൻ, പകുത്തവൻ, എഡിറ്റർ എന്നാണ് അർത്ഥം. അതാണത് പകുത്ത് എഡിറ്റ് ചെയ്തത്. ആയിരിക്കട്ടെ, എന്താണ് ആ കാവ്യത്തിന്റെ സ്ഥിതി? ഇതിഹാസം. നമുക്ക് 2 ഇതിഹാസങ്ങളാണ്. ഒന്ന് രാമായണം, വേറൊന്ന് മഹാഭാരതം. ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ പുസ്തകം. 1,25,000 ശ്ലോകമുണ്ട് ഭാഷയിൽ. അത് പദ്യത്തിൽ തന്നെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. അതിന്റെ ഗദ്യ പരിഭാഷ ഉണ്ട് വിദ്വാൻ പ്രകാശത്തിന്റെ. പിന്നെ സ്വാഭാവികമായിട്ടും ഈ രാമായണം മഹാഭാരതമൊക്കെ എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിലുണ്ട്. മഹാഭാരതം എഴുതിയത് എന്റെ കണക്കിന് യുദ്ധത്തിനെതിരായിട്ടാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട അനീതി എന്താണ്? യുദ്ധമാണ്. ഇന്നും അതെ അവസാനിക്കാത്ത കഥയാണത്. ബൈബിള് പറയുന്നത് ശരിയാണെങ്കിൽ, അതാണ് കഥയെങ്കിൽ, ആദി പുരുഷൻ എന്ന് പറയുന്നത് ആദാമാണ്. ആദാമിന്റെ 2 മക്കള് ആബേലും കയീൻ. ആബേലിനെ കയീൻ കൊന്നു എന്നാണ്. ജ്യേഷ്ഠനെ അനുജൻ കൊന്നു. എന്താണ്? അസൂയ കൊണ്ടാണ്. ജ്യേഷ്ഠന്റെ ബലി യഹോവ സ്വീകരിച്ചു, തന്റെ സ്വീകരിച്ചില്ല, അവനെ കൊന്നു എന്നാണ്. കണ്ടോ, മനുഷ്യകഥ ആരംഭിക്കുന്നത് തന്നെ സഹോദരന്മാർ തമ്മിലുള്ള കലഹമായിട്ടാണ്. മഹാഭാരതം വീട്ടിൽ വായിക്കാൻ പാടില്ല എന്ന് പറയും. എന്താണ്? വീട്ടിൽ കലഹം ഉണ്ടാവും. കാരണം കലഹത്തിന്റെ കഥയാണ്. ധൃതരാഷ്ട്രർ, അന്ധനായ ജ്യേഷ്ഠൻ, അനുജൻ പാണ്ഡു, അവരുടെ മക്കളാണ് പാണ്ഡവന്മാര് എന്ന് പറയുന്നത് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്ന 5 പേര്. പിന്നെ ധൃതരാഷ്ട്രയുടെ മക്കള് ദുര്യോധനൻ, ദുശാസൻ തുടങ്ങി 100 പേര്. അവർ തമ്മിലുള്ള കലഹത്തിന്റെ കഥ, യുദ്ധത്തിന്റെ കഥ. അപ്പോ അവസാനം ആര് ജയിക്കുന്നു? പാണ്ഡവന്മാര് ജയിക്കും. 5 പേര് ജയിക്കും. അപ്പോഴേക്കും അപ്പുറത്ത് ആരും ബാക്കിയില്ല. വലിയ 18 അക്ഷൗഹിണിപ്പട പങ്കെടുത്ത യുദ്ധം 18 ദിവസം നീണ്ടു നിൽക്കും. മഹാഭാരതത്തിന് ജയം എന്നൊരു പേരുണ്ട്. ജയം എന്നുള്ള വാക്കിന് 18 എന്ന് അർത്ഥം. അപ്പോ ഒരു ഭാഗത്ത് 5 പേരും വേറൊരു ഭാഗത്ത് 3 പേരും ബാക്കിയായ യുദ്ധം. എല്ലാവരും തീർന്നു. ജയിച്ചതില് പാണ്ഡവന്മാരിൽ മൂത്ത ആളാണ് യുധിഷ്ഠിരൻ. അദ്ദേഹത്തിന് ധർമ്മപുത്രൻ എന്ന് പറയാം. ആ യുധിഷ്ഠിരൻ
ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഈ വിജയം പരാജയം തന്നെയാണ്. എന്തേ നേടിയത്? യുദ്ധം കൊണ്ട് എന്തേ നേടിയത്? അപ്പോ അതില് ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം അത് എഴുതിയെന്തിനാണ്? യുദ്ധത്തില് നടക്കുന്ന അധർമ്മങ്ങൾ, അനീതികൾ, ഹിംസ, അക്രമം അത് ചിത്രീകരിക്കാനാണ്. അതിലിപ്പോ ഏറ്റവും വലിയ ധാർമ്മികനായിട്ട് കാണിച്ച ആളാണ് യുധിഷ്ഠിരൻ. അദ്ദേഹത്തെ ധർമ്മോത്തരൻ എന്ന് പറയും. അദ്ദേഹം എല്ലാ സത്യവും പാലിക്കുന്നവനാണ്. പക്ഷെ അദ്ദേഹം ഒരു അസത്യം പറഞ്ഞു. അശ്വത്ഥമാവ് മരിച്ചുപോയി എന്ന് കേട്ടാൽ ദ്രോണർ ആയുധം വയ്ക്കും എന്നുണ്ട്. ദ്രോണാചാര്യർ ഇവരിലൊക്കെ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ മകനാണ് അശ്വത്ഥമാവ്. അപ്പൊ അശ്വത്ഥമാവ് മരിച്ചാൽ പിന്നെ അദ്ദേഹം യുദ്ധം ചെയ്യില്ല. അപ്പൊ അശ്വത്ഥമാവ് മരിച്ചു എന്ന് അദ്ദേഹം കേൾക്കെ പറയണം, എന്നാൽ അദ്ദേഹം ആയുധം വെക്കും. അപ്പം കൃഷ്ണനാണ് അവരുടെ അർജുനന്റെ തേരാളിയായ ഭഗവാൻ കൃഷ്ണനാണ് ആ വിദ്യ പഠിപ്പിക്കുന്നത്. അപ്പോ അശ്വത്ഥമാവ് എന്ന ആന മരിച്ചു എന്നാണ് പറയുന്നത്. എന്ന ആന എന്നുള്ളത് ശബ്ദം താഴ്ത്തി പറഞ്ഞു, കണ്ടോ? അശ്വത്ഥമ ഹത കുഞ്ചര, കുഞ്ചര എന്നുള്ളത് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ദ്രോണര് ആയുധം താഴെ വെച്ചു. ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ കയറി വെട്ടി. എല്ലാ യുദ്ധം അങ്ങനെ പറയൂ, എല്ലാ യുദ്ധത്തിലും ആദ്യം മരിക്കുന്നത്, ആദ്യം പരിക്ക് പറ്റുന്ന ആർക്കാണ്? സത്യത്തിനാണെന്ന് പറയും. സത്യം എന്നൊരു സാധനം പിന്നെ ഇല്ല. എവിടെ സത്യം ഉണ്ടോ? അപ്പോ നമ്മുടെ ഈ തരത്തിലുള്ള അധികാര സ്ഥാനങ്ങൾ, യുദ്ധങ്ങൾ, സാമ്രാജ്യങ്ങൾ, സേനാനായകന്മാരുടെ പടയോട്ടങ്ങൾ എല്ലാം മൂല്യ നിരപേക്ഷമായിട്ടാണ് ചെയ്യുക. അവർക്ക് മൂല്യങ്ങളെ പറ്റി ആലോചനയില്ല. സത്യം പറയണമെന്നോ സത്യം പാലിക്കണമെന്നോ ഉള്ള യാതൊരു പ്രശ്നവും ഇവർക്ക് ആർക്കും ഇല്ല. ഇതിനെതിരായിട്ടാണ് സാഹിത്യം നിൽക്കുന്നത്. ഇതിപ്പോ പഴയ കാലത്തെ വളരെ പ്രസിദ്ധമായ 2-3 ഉദാഹരണം ഞാൻ പറഞ്ഞു തരും. ഇപ്പോഴും ഇത് തന്നെയാ സാഹിത്യം. അങ്ങനെ അല്ലാത്ത സാഹിത്യം ഉണ്ടോ? സാഹിത്യമല്ല. ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇപ്പോ ഏറ്റവും വലിയ ഇന്ത്യയിലെ സാമൂഹിക യാഥാർത്ഥ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാതിയാണ്. ജാതിക്ക് എന്താ കുഴപ്പം? ജാതിക്ക് ഏറ്റവും വലിയ കുഴപ്പം അതിന് തുല്യതയില്ലാന്ന്. തുല്യത ഇല്ലല്ലോ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ശൂദ്രന്റെയും താഴെ എന്ന് വെച്ചിട്ടുള്ള കുറെ അവർണ വിഭാഗങ്ങൾ, മറ്റേ സവർണ വിഭാഗങ്ങൾ. മനുഷ്യരൊക്കെ തുല്യരാണ് എന്നുള്ള അടിസ്ഥാന സങ്കല്പത്തിനെതിരാണ് ജാതി. കുമാരനാശാന്റെ കൃതികളൊക്കെ ഈ അന്യായത്തിനെതിരാണ്. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്ന് പറയും. ചണ്ടാലഭിഷി ബുദ്ധം പറയുന്നു. ചണ്ടാലഭിഷിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദുരവസ്ഥയാണെങ്കിൽ ഒക്കെ അനീതിക്കെതിരാണ്. നമ്മളെ വളരെ പ്രധാനപ്പെട്ട കവികളിൽ ഒന്നാമനാണ് കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ ചിന്താവിഷ്ടയായ സീത എന്നുള്ള കാവ്യം 1919 വന്നത്, 105 കൊല്ലായി. അത് രാമനെ വിചാരണ ചെയ്യുന്ന പുസ്തകം. പുരുഷനെ വിചാരണ ചെയ്യാം, രാജാവിനെ വിചാരണ ചെയ്യാം. അപ്പോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സീത ആലോചിക്കുന്നത്, ശരി പാവയോ ഇവൾ എന്നാണ്. ഞാനൊരു പാവയാണ്. ഈ മഹാരാജാവ് പറയുമ്പോൾ, ഈ പുരുഷൻ പറയുമ്പോൾ, ഈ ഭർത്താവ് പറയുമ്പോൾ അതൊക്കെ കേട്ട് അദ്ദേഹം ചെയ്യുന്നതും പറയുന്നതൊക്കെ സഹിച്ച് നിൽക്കുന്ന പാവയാണോ ഞാൻ? നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു അനീതി ജാതി വ്യവസ്ഥയാണെങ്കിൽ വേറെ ഒരു അനീതി ആൺകോയ്മയാണ്. ആൺകോയ്മ, പുരുഷനാണ് മേലെ. പുരുഷാധിപത്യം പുലരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലുള്ളത്. അത് നിങ്ങൾ ഏത് മതക്കാരനാണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, ഹിന്ദു ആണെങ്കിലും, ക്രിസ്ത്യാനി ആണെങ്കിലും, സിഖുകാരനാണെങ്കിലും ഒക്കെ. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഇന്ത്യയിലാണ് സതി സമ്പ്രദായം ഉണ്ടായിരുന്നത്. എന്താ സതി എന്ന് പറയുന്നത്? ഉടന്തടിച്ചാട്ടം എന്നാണ് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിന് പറയുക. ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ മരിക്കണം. കേരളത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഭാഗ്യവശാൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. രാജസ്ഥാൻ മുടങ്ങിയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ആലോചിച്ചു, എത്ര വലിയ അന്യായമാണ്.
ഒരു ഭർത്താവ്, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. പിന്നെ അവൾക്കൊരു ജീവിതമില്ല, അവൾക്കൊരു ശരീരം പോലും ഇല്ല. ഭർത്താവിൽ നിന്ന് വ്യത്യസ്തമായി അവൾക്ക് ഒന്നുമില്ല എന്ന് പച്ച ജീവനോടെ അവള് പച്ചയ്ക്ക് ജീവനോടെ ദഹിച്ചു പോവുകയാണ്. അനവധി നൂറ്റാണ്ട് കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുഗളന്മാരുടെ കാലത്ത് അത് നിരോധിക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിച്ചു. ഔറംഗസേബ് നിരോധിച്ചു, ഒന്നും നടപ്പായില്ല. 1829 വില്യം ബെന്റിങ്ങിന്റെ കാലത്താണ് ബ്രിട്ടീഷുകാർ അത് നിരോധിച്ചത്. അതിന് പ്രേരണയായി തീർന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് ചരിത്രം വിളിക്കുന്ന രാജാ റാംമോഹൻ റോയ് ഇവിടെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തെ സഹായിച്ചത് നമ്മുടെ മഹാകവി ടാഗോറിന്റെ അച്ഛൻ ദേവേന്ദ്രനാഥ് ടാഗോറാണ്. അവർ രണ്ടുപേരും കൂടിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഇപ്പൊ സതി നടക്കുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ടോ? ഉണ്ടാവും, വാർത്ത വരാഞ്ഞിട്ടാണ്. നരബലി നിരോധിച്ചാണല്ലോ. ഈ 2 കൊല്ലം മുമ്പ് പത്തനംതിട്ടയിലെ എലന്തൂരിൽ നരബലി നടന്നില്ലേ? 2 സ്ത്രീകളെ ബലി കൊടുത്തില്ലേ അവർക്ക് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ നൂറ്റാണ്ടിലെ. അപ്പൊ അയിത്തം എന്നുള്ള ഒരു അനീതി തൊടാൻ പാടില്ല, അസ്പൃശ്യത തൊട്ടുകൂടാ. അപ്പോ ഇത്തരത്തിലുള്ള അന്യായങ്ങൾക്കെതിരായിട്ട്, അനീതികൾക്കെതിരായിട്ട് നിരന്തരം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്ത ആളാണ് കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്നുള്ള കൃതി 1923 വന്ന കൃതിയാണ്. അതിലെന്താണ്? അതില് സാവിത്രി അന്തർജനം എന്നുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയെ ചാത്തൻ എന്നൊരു ദളിതൻ കല്യാണം കഴിക്കുന്നതാണ്. ഇന്ന് എന്തൊരു വിപ്ലവമാണത്! ഇന്ന് അത് എഴുതി 100 കൊല്ലം കഴിഞ്ഞുള്ള കാര്യമാണ് പറഞ്ഞേ. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതാണ്? പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം തോന്നും. ബാല്യകാല സഖി അല്ല, ബാല്യകാല സഖി 1944 വന്ന പുസ്തകം. അപ്പൊ ചിലർക്ക് ഉത്തരം തോന്നും പ്രേമലേഖനം, അത് 43 വന്ന. അതിനു മുമ്പ് 1939 ബഷീർ നവജീവൻ വാരികയിൽ ഒരു നോവൽ എഴുതിയിരുന്നു, ജീവിത നിഴൽപ്പാടുകൾ എന്നാണ് അതിന്റെ പേര്. ആ നോവലില് അത് അത്ര നല്ല പുസ്തകമല്ല, അതുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നില്ല. പക്ഷെ അതിലെ പ്രമേയത്തെ പറ്റിയാ പറഞ്ഞത്, അതിലെ ഇതിവൃത്തത്തെ പറ്റി. മുഹമ്മദ് അബ്ബാസ് എന്നൊരു ചെറുപ്പക്കാരൻ വസന്തകുമാരി എന്നൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ്. അവരൊന്നിച്ച് ജീവിക്കുകയാണ്. കല്യാണം കഴിക്കുക എന്നുള്ള ചടങ്ങൊന്നും അതിനകത്തില്ല. അവരൊന്നിച്ച് ജീവിക്കുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലിവിങ് ടുഗദർ. അതിലെ പ്രശ്നം, വസന്തകുമാരി തൊഴിലുകൊണ്ട് ഒരു വേശ്യയാണ്. പക്ഷെ അവൾക്ക് അബ്ബാസിനോട് ഭയങ്കര പ്രണയമാണ്. ആദ്യം അബ്ബാസിന് മനസ്സിലായി. പിന്നീടാണ് ജീവിത സാഹചര്യം കൊണ്ട് അവള് വഴിപഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ശരീരം മാത്രമേ പഴിച്ചിട്ടുള്ളൂ, അവളുടെ മനസ്സ് പഴിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ തന്റെ സുഹൃത്ത് ജബ്ബാർ പറയുമ്പോൾ മുഹമ്മദ് അബ്ബാസ് അത് മനസ്സിലാക്കിയിട്ട് അവളെ സ്വീകരിക്കും. ഇന്ന് ഒരാൾക്ക് സങ്കല്പിക്കാൻ പറ്റും. പ്രണയം പൊതുവെ മലയാളികൾ ഒരു കുറ്റകൃത്യമായിട്ട് കാണുന്ന കാര്യമാണ് പ്രണയം. പ്രണയത്തിന്റെ ശമ്പളം മരണമാണെന്നാണ് മലയാളികൾ വിചാരിക്കുന്നത്. ഒന്നുകിൽ ദുരഭിമാന കൊല, ഓണർ കില്ലിംഗ് എന്നാ പറയും. കുടുംബക്കാർ തന്നെ ഈ ചെറുപ്പക്കാരിയെ കൊല്ലും. അല്ലെങ്കിൽ സാമൂഹിക സമ്മർദ്ദം സഹിക്ക വയ്യാതെ അവർ ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ അവര് നാട് വിട്ടുപോകും. പൊറുതി കൊടുക്കൂല, സ്വൈര്യം കൊടുക്കൂല. കണ്ടോ? കുമാരനാശാനോ ഉറൂബോ ബഷീറോ ഒക്കെ എഴുതുമ്പോൾ അവർ ഒന്നിച്ച് ജീവിച്ചു എന്ന് എഴുതും. ഉറൂബന്റെ ഉമ്മാച്ചു എന്നുള്ള നോവലില് ചിന്നമ്മു അബ്ദുവിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു എന്ന് എഴുതും. ബഷീറിന്റെ പ്രേമലേഖനത്തില് സാറാമയും കേശവൻ നായരും ഒന്നിച്ച് ജീവിച്ചു എന്ന് എഴുതും. അപ്പൊ അത് നിരോധിക്കുകയാണ് 1943. അപ്പോ ഇതാണ് ഈ സമത്വം എന്നുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നീതി എന്താണ്? മതവർഗീയതക്കെതിരായിട്ടൊരു മനോഭാവം ഉണ്ടാവുക, തൊഴിലിന്റെ അന്തസ് എന്നൊരു സാധനം ഉണ്ടാവുക. ഇതൊക്കെ നീതി എന്ന് പറയുന്നത്. കേശവദേവിന്റെ 1944 വന്ന പ്രസിദ്ധമായ പുസ്തകമാണ് ഓടയിൽ നിന്ന്. ആ ഓടയിൽ നിന്നിൽ എന്താണ്? അതിൽ പപ്പു എന്നൊരു തൊഴിലാളി ഉണ്ട്. എന്താ എനിക്ക് തൊഴിൽ? റിക്ഷ വലിക്കലാണ്. ഇന്നിപ്പോ ചെറുപ്പക്കാർ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവില്ല. അതായത് ഇപ്പോ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കോഴിക്കോട്ട് എന്തുണ്ട്? ആള് വലിക്കുന്ന റിക്ഷ ഉണ്ട്, കൈ റിക്ഷ എന്ന് പറയും. പിന്നെ സൈക്കിൾ റിക്ഷ ഉണ്ട്, പിന്നെ കുതിരവണ്ടി ഉണ്ട്. അതൊക്കെ പോയി.
ഓട്ടോറിക്ഷ വന്നു, ഒക്കെ പോയത്. സൈക്കിൾ റിക്ഷയില്ല, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ കുതിരവണ്ടി ഇവിടേക്കും ഇല്ല, പിന്നെ കൈറിക്ഷ ഇവിടെ ഇല്ല. അപ്പോ റിക്ഷക്കാരനാണ് പപ്പു, വലിയ അഭിമാനിയാണ്. അയാൾ ആരെടുത്തൊന്നും യാതൊരു സൗജന്യവും സ്വീകരിക്കാത്ത ഒരുത്തനാണ്, വലിയ അഭിമാനി. അങ്ങനെ ഗംഭീര കഥാപാത്രമാണ് പപ്പു. പിന്നെ ആലോചിച്ച് നോക്കൂ, ഒരു പണിയെടുക്കാതെ ഞങ്ങളിവിടെ തൊഴിലാളികളാണ്, ചുമട്ടറക്ക് തൊഴിലാളികളാണ്, നിങ്ങൾ വേറെ ആളെ കൊണ്ട് ഇറക്കിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ ആള് ഇറക്കിയാലും നിങ്ങൾ തന്നെ ഇറക്കിയാലും ഞങ്ങൾക്ക് നോക്കുകൂലി തരണം എന്ന് പറയുന്ന തൊഴിലാളി ഇന്നുണ്ട്. എന്തൊരു അന്യായം എന്ന് ആലോചിച്ചു. എന്തേ നോക്കുകൂലി എന്ന് പറയുന്നത്? ആ കൂലി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എടുത്ത പണിക്കുള്ള പ്രതിഫലത്തിനാ കൂലി എന്ന് പറയാ. പണിയെടുക്കാത്തതിന് കൂലി ഉണ്ടാവോ? നോക്കി പേടിപ്പിച്ചതിനാണോ കൂലി? ആ വാക്കിന് എത്ര തെറ്റാന്ന് ആലോചിച്ചു. അതിപ്പോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-കാരും ലീഗുകാരും ഒക്കെ അംഗീകരിക്കുന്ന ഒരു വാക്കാണല്ലോ നോക്കുകൂലി. അത് നിരോധിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ തൊഴിലാളികളെ പേടിയാണ് ഇവിടുത്തെ പാർട്ടിക്കാർക്ക്. ആ തൊഴിലാളികളാണെങ്കിൽ എടുക്കാത്ത പണിക്ക് കൂലി വേണ്ട എന്നൊരു ബീഡി സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒരു രംഗമുണ്ട് ഓടയിൽ നിന്നുള്ള നോവലിൽ. തൊഴിലാളിയുടെ അഭിമാനം, തൊഴിലാളിയുടെ അന്തസ് എന്ന് പറയുന്നത് എടുത്ത പണിക്ക് ന്യായമായ കൂലി വേണം, എടുക്കാത്ത പണിക്ക് കൂലി വേണ്ട. എടുക്കാത്ത പണിക്ക് കൂലി ഇല്ലല്ലോ. അതാ. അപ്പോ ഈ തരം നീതിബോധം, സമത്വബോധം, സ്നേഹബോധം, മനുഷ്യന്റെ അന്തസ് നമ്മളെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് കല എന്ന് പറയുക. അത് പ്രത്യേകിച്ച് സാഹിത്യകലയിൽ ആശയങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ സംഘടനമുണ്ട്, എതിരഭിപ്രായമുണ്ട്, ഒക്കെ ഉണ്ട്. ഗാന്ധിയുടെ നിലപാട് വേറെ, മാർക്സിന്റെ നിലപാട് വേറെ, സോഷ്യലിസം എന്ന് വേറൊരു ഏർപ്പാട്, കമ്മ്യൂണിസം, ഒരുപാട് ആശയങ്ങൾ, എതിരായ ആശയങ്ങളുണ്ട്. ഇപ്പൊ ഫാസിസം, നാസിസം എന്നൊക്കെ പറഞ്ഞ് 20-ാം നൂറ്റാണ്ടിൽ വേറെ ആശയങ്ങളുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം വരികയാണ് ഇന്ത്യയിൽ. എന്താ അത്? ഒരു രാഷ്ട്രത്തെ നിർണയിക്കുന്നത് മതവിശ്വാസമാണെന്ന ജിന്ന അവതരിപ്പിച്ച പാകിസ്ഥാൻ പ്രമേയം 1940 ലാഹോറിൽ. എന്താണ്? ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് സമൂഹങ്ങളാണ് എന്നതുപോലെ തന്നെ അവര് രണ്ട് രാഷ്ട്രവുമാണ് എന്ന. ഇതിനെയാണ് 2 നേഷൻ തിയറി എന്ന് പറയാം. ഇതാണ് ഇരട്ട രാഷ്ട്രവാദം, ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്നത്. അങ്ങനെയാണ് 7 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ വിഭജിക്കുന്നത്. കണ്ടോ എന്തൊരു അന്യായമാണ്. ഗാന്ധി എന്ന് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ അസത്യമാണ് എന്ന്. കാരണം ഒരു രാഷ്ട്രം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇപ്പോ പുതിയ പ്രശ്നം പൗരത്വ ഭേദഗതി എന്ന് പറയും. രാഷ്ട്രത്തിലെ പൗരത്വത്തിന്റെ നിയാമകത്വം എന്താണ്? ജന്മമാണ്. നിങ്ങളൊരു രാഷ്ട്രത്തിൽ ജനിച്ചു, നിങ്ങൾ അവിടുത്തെ പൗരനാണ്. അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിലെ പൗരന്മാരുടെ മകനോ മകളോ ആയിട്ട് ജനിച്ചു, അല്ല ഒരു പ്രത്യേക കാലാവധി നിങ്ങൾ അവിടെ ജീവിച്ചു, അതൊരു അവകാശമാണ്. അല്ലെങ്കിൽ ആ നാട്ടിൽ പൗരത്വമുള്ള പുരുഷനെയോ സ്ത്രീയോ നിങ്ങൾ കല്യാണം കഴിച്ചു, അതൊരു അവകാശമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മതവിശ്വാസം വരാൻ പാടില്ല. അത് കഴിഞ്ഞില്ലേ അത്? അപ്പോ അടിച്ചു. അപ്പൊ ഇപ്പോ ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരായ ഒരു അനീതിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എഴുത്തുകാരന് വേണം, എഴുത്തുകാരിക്ക് വേണം. എന്താ കാരണം? ഈ തരത്തിലുള്ള മൂല്യബോധം തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ പാടില്ല, സ്ത്രീകളെ വഞ്ചിക്കാൻ പാടില്ല, പുരുഷന്മാരെ വഞ്ചിക്കാൻ പാടില്ല, മുതലാളിത്തത്തിന്റെ ചൂഷണം അവസാനിപ്പിക്കണം, ജന്മികുടിയാൻ വ്യവസ്ഥയിൽ കുടിയാന് ചൂഷണം നേരിടാൻ പാടില്ല, നമ്മൾ മർദ്ദകന്റെ കൂടെയല്ല മർദ്ദിതന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ഇങ്ങനെ ഒരുപടി ആശയങ്ങൾ. ഇതൊക്കെ നീതിയുടെ പല രൂപാന്തരങ്ങളാണ്. ഓരോ ഘട്ടത്തിൽ വരുമ്പോൾ ചിലടത്ത് സാമ്പത്തിക ചൂഷണാവും, ചിലടത്ത് ലൈംഗിക ചൂഷണാവും, ചിലർക്ക് സാമൂഹിക ചൂഷണാവും. ആലോചിച്ചു, ശൂദ്രൻ വിദ്യ അഭ്യസിക്കാൻ പാടില്ല. എത്രയോ നൂറ്റാണ്ട് കാലം, 3000 കൊല്ലം ഇന്ത്യയിൽ നിലനിന്നൊരു അവസ്ഥയെ പറ്റി ഞാൻ ഈ പറയുന്നത്. സ്ത്രീ വിദ്യ അഭ്യസിക്കാൻ പാടില്ല. വലിയ തമാശല്ലേ? വലിയ തമാശയല്ലേ? ഇന്ത്യയിൽ വിദ്യയുടെ ദേവത എന്ന് പറയുന്നത് ആരാ? പുരുഷനല്ല, സ്ത്രീയാ. അത് സരസ്വതിയാ. പക്ഷെ സ്ത്രീക്ക് വിദ്യ അഭ്യസിക്കാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറയാം. അനവധി കാലം ഇവിടുത്തെ അന്തർജനങ്ങൾക്ക് വിദ്യ അഭ്യസിക്കാൻ പാടില്ലായിരുന്നു. അനവധി കാലം ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യ അഭ്യസിക്കാൻ പാടില്ലായിരുന്നു. കണ്ടോ? ലിംഗത്തിന്റെ പേരിൽ, ലിംഗപദവിയുടെ പേരിൽ വിവേചനം കാണിക്കണം.
അനീതി കാണിക്കാൻ, അന്യായം കാണിക്കാൻ. ഇപ്പോൾ സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല കേട്ടോ. കാരണം എന്താ? സ്ത്രീയെ സാമ്പത്തികമായ അടിമയാക്കി വെക്കാൻ വേണ്ടി അത് പറയുന്നത്. പുരുഷനെ ആശ്രയിച്ച് മാത്രമേ സ്ത്രീ ജീവിക്കാൻ പാടുള്ളൂ. അവള് വിദ്യ അഭ്യസിച്ച് ജോലി നേടി അധ്വാനിച്ച് കാശുണ്ടാക്കി ജീവിക്കുമ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യബോധം ഉണ്ടാവും, സ്വാശ്രയബോധം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പഴയമാതിരി അവളെ ഭരിക്കാൻ പറ്റില്ല, അവളെ തല്ലാൻ പറ്റില്ല, നിങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ അവളെ മൊഴിയെല്ലാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടോ. സാമ്പത്തികമായ സ്വാതന്ത്ര്യം വരുമ്പോൾ സംഗതികൾ മാറും, അവരുടെ പദവി മാറും, സാമൂഹ്യ ജീവിതം മാറും. അപ്പൊ ഇത്തരം മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒന്നിനെയാണ് സാഹിത്യം എന്ന് പറയാം. ഇപ്പൊ ജാതിയുടെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ പണത്തിന്റെ പേരിലോ മറ്റെന്തിന്റെ പേരിലോ ചൂഷണത്തെ അനുകൂലിക്കുന്ന സാഹിത്യല്ലേ ഉണ്ടാവും? ഉണ്ട്. ഇപ്പോ ഹിറ്റ്ലറെ അനുകൂലിച്ച് സാഹിത്യം ഉണ്ടായിട്ടുണ്ട്, മുസോളിനെ അനുകൂലിച്ച് സാഹിത്യം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ തന്നെ ജാതി വ്യവസ്ഥയെ അനുകൂലിച്ച് സാഹിത്യം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. പുരുഷന്റെ താഴെയാണ് സ്ത്രീ എന്ന് സ്ഥാപിക്കുന്ന എത്രയെങ്കിലും ലേഖനങ്ങളും പുസ്തകങ്ങളും കഥകളും കവിതകളും ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ശൂദ്രൻ അല്ലെങ്കിൽ അവർണൻ, നീചജാതിയിൽ പിറന്നവൻ, അവൻ മുജ്ജന്മ പാപം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്ന പുസ്തകം, കവിത, കഥ ഉണ്ടാവുന്നില്ലുണ്ട്. അപ്പൊ എന്റെ കണക്കിന് അതൊന്നും യഥാർത്ഥ കലയല്ല. കവിത ആർക്കും എഴുതാം, കഥ ആർക്കും എഴുതാം, സിനിമ ആർക്കും ഉണ്ടാക്കാം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും മഹത്താണ് എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടായിട്ടുണ്ട്, മലയാളത്തിൽ നോവൽ ഉണ്ടായിട്ടുണ്ട്, കവിത ഉണ്ടായിട്ടുണ്ട്. എന്റെ കണക്കിന് അതൊന്നും കലയല്ല. കാരണം മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നിനെയാണ് കല എന്ന് പറയുന്നത്. അവനെയോ അവളെയോ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നിനെ കല എന്ന് പറയില്ല. ഇപ്പൊ നമ്മൾ നടക്കുന്നത് പിന്നോട്ടാണോ? പിന്നോട്ടാണ്. 1960 കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ വിമോചന സമരം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 10-60 കൊല്ലമായിട്ട് നമ്മൾ നടക്കുന്നത് പിന്നോട്ടാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതില് ആ പിന്നോട്ടുള്ള യാത്രയെ, ആ റിവേഴ്സ് ഗിയറുള്ള യാത്രയെ സഹായിച്ച എഴുത്തുകാരുണ്ട് ഇവിടെ. അപ്പൊ അവര് മതേതരത്വം എന്നുള്ളത് വളരെ പുരോഗമനപരമായ ആശയം, ജനാധിപത്യം അതുപോലെ ഒരു ഗംഭീര ആശയമാണ്, ദേശീയത അതൊരു ഗംഭീര ആശയമാണ്. ഇത്തരം ആശയങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു പ്രധാനപ്പെട്ട ആളുടെ പേരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ. മലബാറിൽ പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ്. KPCC പ്രസിഡന്റായിരുന്നു, മദിരാശി സഭയിൽ അംഗമായിരുന്നു, കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ അംഗമായിരുന്നു, മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ അംഗമായിരുന്നു. അപ്പോ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇവിടുത്തെ കവികൾ കവിത എഴുതും. എടശ്ശേരി, വൈലോപ്പിള്ളി, അക്കിത്തം, G. കുമാരപിള്ള, ആരൊക്കെ, ഇന്നത്തെ സച്ചിദാനന്ദൻ ഒക്കെ എഴുതും. അങ്ങനെ പുസ്തകമുണ്ട് അബ്ദുറഹിമാൻ കവിതകൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിന് മുമ്പൊരു പുസ്തകം ഇത് മഹാത്മജി കവിതയിൽ നിന്നാണ്. ഗാന്ധിയെപ്പറ്റി എല്ലാവരും എഴുതുമ്പോൾ വള്ളത്തോളിന്റെ പ്രസിദ്ധമായ പുസ്തകം എന്റെ ഗുരുനാഥൻ. അതൊക്കെ എന്താണ്? അതൊക്കെ ഞാൻ ഈ പറഞ്ഞ ചില മൂല്യങ്ങളെ കൊണ്ടാടുകയാണ്. അതുലാനന്ദം പാടും ഞങ്ങൾ ഈ മലനാടിന് അഭിമാനമാം അബ്ദുറഹ്മാനുടെ ഗാനം എന്ന് വൈലോപ്പിള്ളി. അബ്ദുറഹ്മാനോട് പറയാണ് എടശ്ശേരി, പാടിടട്ടെ സുസ്വതന്ത്ര കണ്ഠമുയർത്തെങ്ങൾ നിന്റെ കീർത്തി തലമുറകൾക്കായി. സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ആശയം എന്താണ്? അത് ചൂഷണത്തിനെതിരാണ്. കോളനി വാഴ്ച എന്ന് പറയുന്നത് സാമ്പത്തികമായ ചൂഷണമാണ്. അതിനെതിരായിട്ട് പ്രവർത്തിക്കുക, ജീവിക്കുക, അതിനുവേണ്ടി മരിക്കുക. അതാണ് ഞാൻ ആവർത്തിക്കുക. ജീവിതത്തെക്കാൾ വില പിടിച്ച മൂല്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് ആ മൂല്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന് മരിക്കാൻ സാധിക്കുക. അങ്ങനെ എത്രയെങ്കിലും ആളുകൾ മരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയുടെ പിന്നാലെ പോയിട്ട് അനവധി ആളുകൾ. NV കൃഷ്ണവാര്യരുടെ കവിതയെ പറയുന്നുണ്ട്, അത്ഭുതമായിട്ട് പറയും എന്താന്ന് സംഭവിച്ചത്. അന്ന് ഈ രാഷ്ട്രം ഒറ്റ മനുഷ്യൻ പോലെ എഴുന്നേറ്റത് ഞാൻ കണ്ടല്ലോ. NVയുടെ ആഫ്രിക്ക എന്നുള്ള ഒരു കവിതയുണ്ട്. ആ കവിതയിലെ ഒരു 4 വരിയോടുകൂടി ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിച്ചു. അദ്ദേഹം പറയാണ്, എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു. എങ്ങനെ?
എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുന്നത് എൻ്റെ പുറത്താകും. അതാണ്, ആരുടെ കയ്യിൽ ചങ്ങലയുണ്ട്, ആരുടെ പുറത്ത് അടി വീഴുന്നുണ്ട്. അപ്പോഴൊക്കെ സ്വന്തം പുറം വേദനിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരുത്തനെയാണ് എഴുത്തുകാരെന്ന് പറയുക. കാളിദാസൻ പറഞ്ഞത് കവി രുദിതാനുസാരി കരച്ചിലിന്റെ പിറകെ പോകുന്നു. അപ്പോ വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിന്റെ പാവങ്ങൾ എന്നുള്ള പുസ്തകത്തിന്റെ മുഖവുരയിൽ പറയുന്നുണ്ട്, എവിടെ സ്ത്രീകൾ മാനം കാത്ത് ജീവിക്കാൻ പ്രയാസപ്പെടുന്നു, എവിടെ കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാതെ കഷ്ടപ്പെടുന്നു, എവിടെ കുഞ്ഞുങ്ങൾ വിദ്യ കിട്ടാതെ കഷ്ടപ്പെടുന്നു, അവിടെയൊക്കെയും ഈ പുസ്തകത്തിന് പ്രസക്തി ഉണ്ടാവും. ആ തരത്തിൽ എവിടെ എവിടെ അനീതിയുണ്ട്, എവിടെ എവിടെ അക്രമമുണ്ട്, എവിടെ എവിടെ ഹിംസയുണ്ട്, അവിടെയൊക്കെ നീതിയുടെയും അഹിംസയുടെയും സമാധാനത്തിന്റെയും നാനാരൂപത്തിലുള്ള അനുഭവങ്ങളുമായി വരുന്ന ഒന്നിനെയാണ് സാഹിത്യം എന്ന് പറയുക. ആ തരത്തിലുള്ള സാഹിത്യം പഠിക്കാനും ആ തരത്തിലുള്ള സാഹിത്യം പഠിപ്പിക്കാനും പരിശീലിപ്പിക്കുവാനും നിങ്ങൾക്ക് ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാഹിത്യവും നീതിയും എന്നുള്ള ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 51 ഈ അധ്യായത്തെ അവിസ്മരണീയമാക്കിയ കാരശ്ശേരി മാഷിന് നന്ദി. അടുത്തതായി സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കിടുവാനുമുള്ള അവസരമാണ്. അതിനായി ഏവരെയും ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മൾ നല്ല രീതിയിൽ വേണം ഉപയോഗപ്പെടുത്താൻ. അതുകൊണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ഒരു അവസരമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. മാഷേ, പേര് പറയൂ. നമസ്കാരം. ഞാൻ ഹേന, ടീച്ചറാണ് കോളേജിലെ. എനിക്ക് ചോദിക്കാനുള്ളത്, മാഷ് എഴുതിയ ഒരു ഇതിനകത്തിൽ ഞാൻ കണ്ടതാ, നോവലൊന്നും അല്ല, മാഷിന്റെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ പോലെ 2022 എഴുതിയതിനകത്തിലൊന്ന് വായിച്ചതാണ്. ഈ വിമർശിച്ചാൽ കൊന്നുകളയും, എതിർത്താൽ കൈവെട്ടിക്കളയും എന്നതിനെതിരെയാണ് എന്റെ രാഷ്ട്രീയം. എന്റെ നിലപാടുകൾ ആരോടും 10 രൂപ വാങ്ങിയിട്ട് പറയുന്നതല്ല, ആരെയും പേടിച്ചിട്ടും പറയുന്നതല്ല. എനിക്ക് സത്യമാണെന്ന് തോന്നുന്നത് അപ്പോൾ പറയും, ആവും പോലെ എഴുതുകയും ചെയ്യും. അപ്പോ ഇപ്പോഴത്തെ ഒരു ഈ കണ്ടംപററി സിറ്റുവേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഭരണകക്ഷിയോടോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടോ ചായ്വില്ലാതെ മാഷിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ മാഷിന്റെ ഔദ്യോഗിക ജീവിതത്തിലോ അല്ലെ വ്യക്തിപരമായ ജീവിതത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള മോശമായതോ അല്ലെങ്കിൽ വിമർശനാത്മകമായതോ ആയ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് മാഷ് എങ്ങനെയാണ് തരണം ചെയ്തത് എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിന്റെ കാര്യം എന്താന്ന് വിചാരിച്ചാല്, ഇപ്പോ ഞാന് ആദ്യം ജോലി കയറിയത് മാതൃഭൂമിയിലാണ്. അവിടെ 2 കൊല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് കോളേജിലായിരുന്നു 8 കൊല്ലം. പിന്നെ ഞാൻ 26 കൊല്ലം കാലിക്കറ്റ് സർവകലാശാലയിലായിരുന്നു. അപ്പോ എൻ്റെ ഈ നിലപാട് കൊണ്ട് എന്നെ ആരും തല്ലാനും കൊല്ലാനൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ആൾക്ക് ദേഷ്യം വരും. അതിപ്പോ നമ്മുടെ സഹപാഠികളോ നമ്മുടെ സഹപ്രവർത്തകരോ നമ്മുടെ കുടുംബക്കാരോ ഒക്കെ ചിലപ്പോൾ അനിഷ്ടം പറയും, ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ പരിഹാസം പറയും. അങ്ങനെ പിന്നെ ഞാൻ ചേങ്ങന്നൂർ മൗലവിയെ കാണാതായപ്പോൾ അതിനുവേണ്ടി സമരം നടത്തിയിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഞാനായിരുന്നു അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. 17 കൊല്ലം സമരം നടന്നു. ആ കാലത്ത് 3-4 വധഭീഷണി കത്ത് വന്നിരുന്നു. ഞാനൊന്നും ആരോടും പറയാനും പോലീസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല, പത്രത്ത് കൊടുക്കാനും പോയിട്ടില്ല. ഞാനൊന്നും വില വെച്ചിട്ടില്ല. അപ്പോ
പിന്നെ എനിക്ക് വലിയ സ്ഥാനമാനങ്ങളിലൊന്നും ഒരിക്കലും മോഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരം വർത്തമാനമൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാണ്, നിങ്ങൾക്ക് രജിസ്ട്രാർ ആവണമെങ്കിലോ പ്രോ വൈസ് ചാൻസലർ ആവണമെങ്കിലോ വൈസ് ചാൻസലർ ആവണമെങ്കിലോ ഒക്കെ രാഷ്ട്രീയക്കാരെ വിമർശിക്കാതിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ സാഹിത്യ അക്കാദമി മെമ്പർ ആവാനോ, അല്ലെങ്കിൽ അതിന്റെ സെക്രട്ടറി ആവാനോ, അതിന്റെ പ്രസിഡന്റ് ആവാനോ, അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാനോ, അല്ലെങ്കിൽ അത്തരം സമ്മാനങ്ങൾ, സൗജന്യങ്ങൾ, സൽക്കാരങ്ങൾ, സ്വീകരണങ്ങൾ എനിക്കാരും താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോ അതുകൊണ്ട് ഈ എന്റെ കാര്യം എന്താന്ന് വിചാരിച്ചാൽ, ഞാനത് മാതൃകയെന്ന് പറയല്ല, എനിക്ക് സാഹചര്യവശാൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പം വധഭീഷണി കത്ത് വന്നപ്പോ ഒക്കെ ഞാൻ തമാശക്ക് എനിക്കൊരു വധഭീഷണി ഫോൺ വന്നു. അപ്പോ നിന്നെ ശരിപ്പെടുത്തി കളയും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു സ്വന്തം പേര് പറയാൻ ധൈര്യം ഉണ്ടോ? അപ്പോഴേക്കും ആൾ ഫോൺ വെച്ച് പോയി. സ്വന്തം പേര് പറയാൻ ധൈര്യമില്ലാത്ത ആളാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. പിന്നെ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിപ്പിക്കാൻ ആള് വരുള്ളൂ. ഇപ്പോ ചേകന്നൂർ സമരം നടത്തുമ്പോൾ നമ്മുടെ കൂടെയുള്ള പലരെയും എതിർപക്ഷത്തുള്ള ആള് വിലയ്ക്ക് വാങ്ങി. ഇപ്പൊ എൻ്റെ അടുത്ത് ആരും പൈസയായിട്ട് വന്നിട്ടില്ല. ഞാൻ ആ പൈസ മേടിക്കില്ലെന്ന് അവർക്ക് അറിയായിരിക്കും. എനിക്ക് അവരോട് ബഹുമാന, പൈസയായിട്ട് വരാത്തതുകൊണ്ട്. എന്നെ ഭീഷണിപ്പെടുത്താൻ, നേരിട്ട് ഭീഷണിപ്പെടുത്താൻ വന്നില്ല. 3-4 കാർഡ് വന്നു, അത്രയുള്ളൂ. അപ്പോ ഇത് ഒന്നാമത്തെ കാര്യം, തല്ലാനും കൊല്ലാനും വരുന്നതിനേക്കാളധികം നിങ്ങൾക്ക് വലിയ അംഗീകാരങ്ങൾ, വലിയ അവാർഡുകൾ, പുരസ്കാരങ്ങൾ, ബഹുമതികൾ, സ്വീകരണങ്ങൾ, സൽക്കാരങ്ങൾ ഒന്നും ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അതാണ് പ്രധാനം. എഴുത്തുകാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എപ്പോഴും അവരുടെ ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരണം, അവരുടെ ഇന്റർവ്യൂ വരണം, അവരുടെ പുസ്തകത്തെ പറ്റി ചർച്ച നടക്കണം, അവരുടെ പുസ്തകത്തെ പറ്റി ആളുകൾ പുകഴ്ത്തി പറയണം. അങ്ങനെ എനിക്കിപ്പോൾ അത്തരം സൗകര്യങ്ങളും സൗജന്യങ്ങളും വേണമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. ഇപ്പൊ എൻ്റെ പുസ്തകം നിങ്ങൾക്ക് വേണേ വായിച്ചാൽ മതി, ഇല്ലെങ്കിലും ഒന്നുമില്ല. അതിപ്പോ നഷ്ടം എനിക്ക് മാത്രം ആയിരിക്കില്ല ഞാൻ വിചാരിക്കുന്നത്. അത് വായിക്കാത്തതുകൊണ്ട് നഷ്ടം വേറെ ആൾക്കും കുറച്ചൊക്കെ ഉണ്ടാവാൻ മതി. കാരണം അങ്ങനെ പ്രസക്തമായ ചില കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഞാൻ ലേഖനം പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് വായിക്കാതെ അവർക്ക് വേറെ കിട്ടുമായിരിക്കും, അത് അവരെടുത്തോട്ടെ. അല്ലാതെ ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരുടെ സൗജന്യങ്ങളും സമ്മാനങ്ങളും സൽക്കാരങ്ങളും വേണ്ട എന്ന് വെക്കുന്നതാണ് ഒരു പ്രശ്നം. പിന്നെ ഭീഷണി, അതിപ്പോ പേടിക്കുമെങ്കിലേ ആള് പേടിപ്പിക്കാൻ വരുള്ളൂ. ഇപ്പൊ അങ്ങനെ ഇല്ല. അത്രേ ഉള്ളൂ. താങ്ക് യു മാഷേ. നമസ്കാരം മാഷെ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. പേര് പറയൂ. മാഷെ, എന്റെ പേര് ജോബ് എന്നാണ്. ഞാൻ AUCT കുന്നത്തെ വിദ്യാർത്ഥിയാണ്. മാഷെ, എന്റെ ചോദ്യം, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മതമൗലികവാദം വളരെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും ചുക്കാൻ പിടിക്കുന്ന ഒരു രീതി തുടർന്നു വരുന്നതായിട്ട് കാണാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നീതി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് നമ്മൾ നടപ്പാക്കുക എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീതിന്യായ വ്യവസ്ഥ ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന രീതിയിലേക്ക് മാറുന്നില്ലേ? ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പോ ഒരു മതരാഷ്ട്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോ പശുവിന്റെ പേരിൽ ഒരാൾക്കൂട്ടം ഒരാളെ, ഒരു മുസ്ലിമിനെയോ ഒരു ദളിതനെയോ തല്ലിക്കൊന്നു നേരിക്കുക, അതൊരു സാധാരണ അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് എടുക്കാത്ത മട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ പാകിസ്ഥാനിൽ നിങ്ങൾ ദൈവത്തെ നിന്ദിച്ചു, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ നിന്ദിച്ചു, അല്ലെങ്കിൽ ഖുർആനെ അവമാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾക്കൂട്ടങ്ങളെ തല്ലിക്കൊല്ലും. അതവിടെ ഒരു വിഷയമല്ല എന്ന മട്ടില്. അപ്പോ ബാബരി പള്ളി പൊളിച്ചു, അങ്ങനെ ഒരുപടി ഉദാഹരണങ്ങൾ ആലോചിച്ചാൽ അറിയാം. അപ്പോ തീർച്ചയായിട്ടും ഇന്നിപ്പോ ഏറ്റവും ദുർബലമായി കൊണ്ടിരിക്കുന്നത് നീതിപീഠങ്ങളാണ്. അവിടുത്തെ ന്യായാധിപന്മാരെ കൈക്കൂലി കൊടുത്തിട്ടോ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ എന്ത് വിധിയും വാങ്ങാവുന്ന ഒരു ദുസ്ഥിതിയിലേക്ക് ഇന്ത്യ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് എതിരായിട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മള് ജനാധിപത്യം നിലനിൽക്കുന്ന എവിടെയാ? ജനങ്ങളുടെ മനസ്സിലാണ്. നിങ്ങൾക്കും എനിക്കും ഉത്തരവാദിത്തമുണ്ട്, അപ്പോഴേ ജനാധിപത്യം ഉണ്ടാവുള്ളൂ. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അവിടുത്തെ വനിതാ മേയർ ആര്യ രാജേന്ദ്രൻ, അവരുടെ ഭർത്താവ് സജിൻ ദേവ്, അവർ ഉൾപ്പെട്ട ഒരു വിവാദം ഉണ്ടായി. അപ്പൊ എനിക്കതിൽ ഏറ്റവും കഷ്ടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ആ ബസ്സിൽ 10-15 പേരുണ്ട്. അവരോട് MLA ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അവരെ ഇറങ്ങിപ്പോയി. അതിനെ ഇറങ്ങിപ്പോകുന്നത് അവരുടെ സാക്ഷ്യം എവിടെ? അവർക്ക് ഒരു ഫോട്ടോ എടുക്കാനോ ഒരു വീഡിയോ എടുക്കാനോ അറിഞ്ഞൂടെ? അടിച്ചു നോക്കൂ. അപ്പോ അവിടെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളുണ്ട്, അവിടെ ഓടിക്കൂടിയ ജനങ്ങളുണ്ട്.
അപ്പൊ അവിടെ എന്താണ് നടന്നത് എന്ന് സത്യമായിട്ടൊരു കാര്യം പറയാനുള്ള ധൈര്യം, ആർജവം, ആ ഒരു ഉശിര്, ആ ഒരു തൻ്റെ ഇടം, നീതി നിലനിൽക്കാൻ വേണ്ടത് ഈ ജനങ്ങളുടെ ഈ തൻ്റെ ഇടം. അവിടെ CCTV ക്യാമറയിലെ മെമ്മറി കാർഡ് കിട്ടിയാൽ എന്താ ഉണ്ടാവുക? അതൊക്കെ രണ്ടാമത്തെ വിഷയം എന്നെ സംബന്ധിച്ച്. കാരണം ആ ജനങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഇപ്പോ ഗോവിന്ദച്ചാമിക്ക് ആ അന്യായം ചെയ്യാൻ പറ്റിയത്, ആ പെൺകുട്ടിയെ ഈ തരത്തില് ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ആ കമ്പാർട്ട്മെന്റിലെ അപ്പുറപ്പുറമുള്ള ആളുകളുടെ ഉദാസീനത കൊണ്ടാണ്. അനുചോക്കൂ, ആ കരച്ചില് കേട്ടപ്പോ ഒരാള് ചങ്ങല വലിക്കാൻ പോയപ്പോ ഒരാൾ മുടക്കുകയാണ്, ഒരു പെൺകുട്ടി കരയുന്നു. അപ്പൊ നിങ്ങളല്ലേ ചങ്ങല വലിക്കേണ്ടത്? അപ്പൊ ഇതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. ഇതാ ഈ ജനങ്ങൾക്കാണ് ഇതിന് ഉത്തരവാദിത്തം. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ആളും ഞാൻ എന്ത് വേണം, എനിക്കെന്ത് ചെയ്യാൻ കഴിയും, ഞാൻ ഇതിന്റെ കൂടെയല്ല. അപ്പൊ മുഹമ്മദ് നബിയുടെ ഒരു വചനമുണ്ട്, ഒരു അന്യായം കണ്ടാൽ നീ അത് കൈകൊണ്ട് തടയണം, അത് പറ്റിയില്ലെങ്കിൽ വാക്കുകൊണ്ട് തടയണം, അതും പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെടിയണം. ഞാൻ അതിന്റെ കൂടെ അല്ലാന്ന് വിചാരിക്കണം എന്നർത്ഥം. ഇതാണ് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. മറ്റോട്ട് ബൃഹത്ത് പറയുന്നുണ്ട്, ഒരു നഗരത്തിൽ ഒരു അന്യായം നടന്നിട്ട് അതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ അന്ന് രാത്രി ആ നഗരം തീപിടിച്ച് നശിക്കുന്നതാണ് നല്ലത്. നീതിയാണ് ഏറ്റവും പ്രധാനം. അപ്പോ ഇത് ഓരോ വ്യക്തിയും അതിനെപ്പറ്റി ജാഗ്രത ആയിരിക്കണം, അലർട്ടായിട്ടിരിക്കണം. അപ്പോൾ ഒരു ബസ്സിൽ, ഒരു തീവണ്ടിയിൽ, ഒരു ഹോട്ടലിൽ, ഒരു ഓഫീസിൽ, ഒരു പുഴക്കടവിൽ ഒക്കെ നമ്മുടെ മുമ്പിൽ വലുതോ ചെറുതായ അന്യായങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ അപ്പപ്പോ തിരിച്ചറിയാനും ചോദ്യം ചെയ്യാനുള്ള നമ്മുടെ ഒരു മൂച്ചിനെയാണ് സത്യത്തിൽ ജനാധിപത്യം എന്ന് പറയാം. ആ ആർജവത്തെയാണ് പറയാ. അത് പറയാനുള്ള അവകാശത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയാ. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. മതരാഷ്ട്രം വരുന്നതോടുകൂടി ഏറ്റവും ആദ്യം ഈ നാട്ടിൽ മരിക്കാൻ പോകുന്ന നീതിയാണ്. അതിനെതിരായിട്ട് മതേതരത്വത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റവും ജാഗ്രത ആയിട്ടിരിക്കണം എന്നാണ് ഈ ചരിത്ര സന്ദർഭം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരുപാട് നന്ദി മാഷേ. ഇനി ആരെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. നമസ്കാരം മാഷേ. നമസ്കാരം. ഞാൻ പന്തളം NSS കോളേജിലെ ടീച്ചറാണ്. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ഞാൻ സാറിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്റെ പേര് ഡോക്ടർ ശ്രീവൃന്ദ നായർ എന്നാണ്. നമ്മള് കുറെ നേരം സംസാരിച്ചിട്ടുണ്ട് സാറേ. എന്റെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കോഴിക്കോട്ട് വന്നപ്പോ ഞാൻ സാറിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഫോട്ടോസും ഒക്കെ നമ്മൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. സാറിന് ഓർമ്മയില്ല എന്ന് തോന്നുന്നു, ഓർമ്മ കാണില്ല. 3-4 വർഷമായി സാറേ, 3-4 വർഷമായി. അപ്പോ അന്ന് എന്റെ കൂടെ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ സാർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സാറിന്റെ ടോക്ക് എന്റെ മോനും കേട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അവനിപ്പോ +2 കഴിഞ്ഞു. അപ്പൊ അവനെന്തോ മാഷിനോടൊന്ന് ചോദിക്കാനുണ്ട്. ഞാനൊന്ന് കൊടുത്തോട്ടെ? മാഷെ നമസ്കാരം. നമസ്കാരം. എന്താ അവന്റെ പേര്? ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. BA പൊളിറ്റിക്കൽ സയൻസ്. അതെ. ഇപ്പം സാറിന്റെ കുറെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിനകത്തും ഡിബേറ്റുകളൊക്കെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പൊ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാല്, ഞാൻ ജസ്റ്റ് ഒരു ബയാസ്ഡ് ആയിട്ട് ചോദിക്കുമല്ല, ഇപ്പോഴത്തെ നമ്മുടെ ഭരണകൂടം തന്നെ അവർ ഭരണം നിലനിർത്തുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ നമ്മുടെ ഭരണഘടനയുടെ സ്ഥിതി എന്തായിരിക്കും സാറിന്റെ? എന്താണ്? കേന്ദ്രം ലോക്സഭ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ ഭരണം നിലനിർത്തുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നതാണ് സാറിന്റെ ഒരു വിലയിരുത്തല് വരുന്ന വർഷങ്ങളിൽ? എനിക്ക് വളരെ ആശങ്കയുള്ള ആളാണ് ഞാൻ. ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് നമ്മുടെ രാഷ്ട്രം സെക്കുലർ ആണ് എന്ന്, മതേതരമാണ്, സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറയുന്നു. ഈ 2 വിശേഷണങ്ങളും BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്ക് സമ്മതമായ കാര്യങ്ങളായിരിക്കില്ല.
അപ്പൊ എങ്ങനെയാണ് അവർ മാറ്റാൻ പോകുന്നത്, എങ്ങനെയാണ് മറിക്കാൻ പോകുന്നത്, നമുക്കൊരു ഊഹം മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗോവധം നിരോധിക്കുക എന്ന് പറയുന്ന ഒരു സെക്കുലർ രാഷ്ട്രത്തിന് പറ്റിയ ഒരു സംഗതി അല്ല. പശുവിനെ ആരാധിക്കുവാനും പശുവിനെ ആഹരിക്കുവാനും ഉള്ള അവകാശം ഒരേ സമയത്ത് നിലനിൽക്കുന്ന ഒന്നിനെയാണ് മതേതരത്വം എന്ന് പറയാം. നിങ്ങൾ പശുവിനെ ആരാധിക്കാൻ പാടില്ല എന്ന് ആരും ആരോടും പറയരുത്, പശുവിനെ ആഹരിക്കാൻ പാടില്ല എന്ന് ആരും ആരോടും പറയരുത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നാളെ തൊട്ട് ഗോവധം പാടില്ല, അത് നിരോധിച്ചിരിക്കുന്നു എന്ന് പാർലമെന്റ് ഒരു നിയമം പാസാക്കിയാൽ അത് നമ്മുടെ മതേതര സ്വഭാവത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എന്തെല്ലാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മതങ്ങളെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദൈവങ്ങളെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവതാരങ്ങളെ പരിഹസിക്കാൻ പാടില്ല എന്ന് ഒരു പുതിയ ദൈവനിന്ദ കുറ്റം ചുമത്തുന്ന ഒരു നിയമം വന്നു വിചാരിക്കാം. ഇപ്പൊ തന്നെ ഒരു നിയമം ഉണ്ട് ഇവിടെ, ബ്ലാസ്ഫമി ലോ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമ്മുടെ പൗര സ്വാതന്ത്ര്യം മുഴുവൻ തകരാറാവും. അങ്ങനെ തകരാറാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അവരുടെ പ്രസംഗങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ BJP ഗവൺമെന്റിന് തുടർച്ച കിട്ടുന്നത് ഇന്ത്യക്ക് വലിയ നാശമായിരിക്കും, അത് ഇവിടുത്തെ മതേതര ജനാധിപത്യത്തിന് വലിയ ഭീഷണിയായിരിക്കും എന്നാണ് എൻ്റെ ആകാംക്ഷ. ഓക്കെ സാർ, താങ്ക് യു ആർ വെൽക്കം. നമസ്കാരം സാർ, എൻ്റെ പേര് അനു എന്നാണ്. സാറിന്റെ ഒരു കുറിപ്പിൽ ഇങ്ങനെ വായിക്കാനിടയായി, സാറിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? അനുവിന്റെ ചോദ്യം നല്ല ചോദ്യമാണ്. പക്ഷെ 5 മിനിറ്റ് കൊണ്ടോ 50 മിനിറ്റ് കൊണ്ടോ ഒന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അതായത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യം, ഞാൻ നീണ്ട 24 കൊല്ലം ബഷീറുമായിട്ട് വളരെ അടുത്ത് പെരുമാറാൻ എനിക്ക് അവസരം ഉണ്ടായി. അദ്ദേഹത്തിന്റെ സാഹിത്യത്തെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം, മിക്കവരും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കഥകൾ, നോവലുകൾ, അദ്ദേഹത്തിന്റെ തിരക്കഥ, അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമ, അദ്ദേഹം ഭാർഗവി നിലയം, അല്ല അദ്ദേഹം എഴുതിയ നാടകം, കഥാബീജം, അങ്ങനെ ഒരുപാട്. പക്ഷേ ഈ സാഹിത്യത്തിൽ കാണുന്നതിനേക്കാൾ വളരെ വലിയ മഹത്വമുള്ള ഒരു മനുഷ്യനാണ് ബഷീർ എന്ന് എനിക്ക് അനുഭവം കൊണ്ടറിയാം. എന്നെ പോലെ അനുഭവമുള്ള പലരും ഉണ്ടാവും കേട്ടോ, ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. കളിയായിട്ടോ കാര്യമായിട്ടോ അദ്ദേഹം ഒരു കള്ളം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, കള്ളം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം കപടം കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല ഒരാവശ്യത്തിന് വേണ്ടി. അദ്ദേഹം എപ്പോഴും തമാശ പറയാം. പിന്നെ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം, അത് പറയാനേ നേരമുള്ളൂ. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പതിവില്ലാതെ, അദ്ദേഹം സാറിന് മുണ്ടുടുക്കുകയുള്ളൂ, മേൽവസ്ത്രം ധരിക്കാറ്. വന്ന് ജുബ്ബ എടുത്തിട്ട് മുണ്ടൊക്കെ മാടിക്കിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നോ, പറയാം നിങ്ങൾ ഇരിക്കും, ഞാനിപ്പോ വരാമെന്നോ. ഞാൻ എവിടെയാ പോകുന്നു? ഞാൻ മീൻ വാങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും വരാം, എന്നാ വാന്നോ. അപ്പോ പുറത്തിറങ്ങിയപ്പോ ഒരു 4 ജനി നടന്നപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ ചെരുപ്പ് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ആ വാ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങി വന്ന്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം ചെരുപ്പിടുന്നത് കാണുന്നില്ല. പിന്നെ ശ്രദ്ധിച്ചപ്പോ വീട്ടിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പേ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ബഷീർ ചെരുപ്പിടാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടിയില്ല. ഞാൻ വീട്ടിൽ ചോദിച്ചു, നിങ്ങൾക്ക് ചെരുപ്പില്ലേ? പറഞ്ഞില്ല. ആ എന്താന്ന് ചോദിച്ചു. അപ്പൊ 2-3 മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ചെരുപ്പിട്ട് ഈ ഭൂമിയിൽ ചവിട്ടാൻ വിഷമം തോന്നുന്നു. ഇത് ഒരു കഥയിൽ എഴുതിയതല്ല, ഇതൊരു പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞല്ല. ഇത് കാണാനോ കേൾക്കാനോ ഞാനല്ലാതെ അവിടെ വേറെ ആരും ഇല്ല. ഇങ്ങനെ ചോദ്യം അദ്ദേഹത്തോട് വേറെ ആരും ചോദിച്ചെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, പണ്ടതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയോ കാലമായ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ മഹാത്മാഗാന്ധിക്ക് ചെരുപ്പുണ്ട്, അദ്ദേഹം ചെരുപ്പിട്ട ചിത്രങ്ങൾ കാണും ഉണ്ടോ. അപ്പോ ഞാൻ പറഞ്ഞത്, ഗാന്ധിയേക്കാൾ മഹാനാണ് ബഷീർ എന്ന് പറയല്ല, അത്ര അളവിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഞാൻ വേറെ ഒരു ഉദാഹരണം പറഞ്ഞാല്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ കട്ടൻ ചായ കുടിക്കും. അതിന് അദ്ദേഹം പറയുന്ന പേര് സുലൈമാനി എന്നാണ്. അപ്പൊ ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് അദ്ദേഹം കമഴ്ത്തി വെക്കും. അപ്പൊ അദ്ദേഹം പല വിക്രസും കാണിക്കാറുണ്ട്. അപ്പൊ അതില് ഒരു കുസൃതിയാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇത് പല വട്ടമായപ്പോ ഞാൻ ഒരു ചോദിച്ചു, നിങ്ങൾ എന്താ ഗ്ലാസ് ഇങ്ങനെ കമഴ്ത്തി വെക്കുന്നത്? അപ്പൊ അദ്ദേഹം ചോദിച്ചു,
സാറേ സാറേ എന്ന് കളിയാക്കി വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കും. എന്നെ സാധാരണ വിളിക്കുന്ന ഒന്ന് സാറേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കാക്കാന്ന് വിളിക്കും. അത് മിക്കവാറും അങ്ങനെയാണ്. സാറേ വല്ല വിവരമുണ്ട്, ഈ ഗ്ലാസ്സിൽ ഒരു ചിരിപ്പിടിയോളം ചായ ബാക്കിയുണ്ടാവും, അത് നേരെ വെച്ചാൽ ഏതെങ്കിലും ഉറുമ്പ് അതിന് വീണ് ചാവും. ആ ഉറുമ്പ് വീണ് ചാവാതിരിക്കാനാണ് അദ്ദേഹം ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത്. ഇങ്ങനെ അത്ര അളവിൽ ചുറ്റുമുള്ള ജീവജാലങ്ങളെ പറ്റി, മണ്ണിനെ പറ്റി, മരങ്ങളെ പറ്റി, പൂക്കളെ പറ്റി അത്ര ശ്രദ്ധ ഉണ്ടായിരുന്ന ഒരാളാണ്. അതൊക്കെ നമുക്ക് പഠിച്ച് പകർത്താൻ പറ്റുമോ? വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. പക്ഷേ അതിൻ്റെ മഹത്വം, അതിൻ്റെ വലിപ്പം മനസ്സിലാക്കിയാൽ നമ്മുടെ ഉള്ളിലെ ഹിംസ, നമ്മുടെ ഉള്ളിലെ ക്രൂരത കുറച്ച് കുറയും. അത്രയും. താങ്ക് യു സാർ, ഒരുപാട് സന്തോഷം. ഇനി ആർക്കും സംശയമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉണ്ടോ? മാഷെ നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ എന്നാണ്. പ്രവീൺ. പക്ഷെ എന്റെ ചോദ്യം, മലയാള ഭാഷയ്ക്ക് ശാസ്ത്ര വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊരു വാദം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. മലയാള ഭാഷയ്ക്ക് ശാസ്ത്ര വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ശാസ്ത്രപദങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊരു വാദം ഇപ്പം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് പോലും അവരുടേതായിട്ടുള്ള ഭാഷയിലാണ്, അവരുടെ ഭാഷയിലാണ് ശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത് മലയാളികളുടെ മാത്രം ഒരു മനോഭാവമല്ലേ, മലയാള ഭാഷയ്ക്ക് ശാസ്ത്ര വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നത്? തീർച്ചയായിട്ടും. കാരണം ഇപ്പോ ഇവിടെ ശാസ്ത്ര പരിജ്ഞാനം വരുന്ന കാലത്ത് ഡോക്ടർ കെ ഭാസ്കരൻ നായരൊക്കെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിരുന്നു. ഇപ്പോഴും ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ കുറെ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ അത് ശ്രദ്ധിക്കുന്നില്ല. തമിഴന്മാർക്കുള്ള ഭാഷാ സ്നേഹം നമുക്കില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ അണക്കെട്ടിൽ നിന്ന് വെള്ളം വിടുന്ന, പുറത്തേക്ക് ഒഴുകുന്ന നീർപ്പാലമുണ്ട്. അതിന് അക്വാഡക്റ്റ് എന്നാ പറയാ. നീർപ്പാലം എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് മനുഷ്യന് മനസ്സിലാവും. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയാവുന്ന എത്രയോ ശാസ്ത്ര പദങ്ങളുണ്ട്, പുതിയ പദങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോവാണ് തമിഴന്മാർ ചെയ്യുന്നത്. അവരിപ്പോ ഫ്ലൈ ഓവർ എന്ന് പറയാറില്ല, മേമ്പാലം എന്നാ പറയാ. ലൗഡ് സ്പീക്കർ എന്ന് പറയാറില്ല, ഒലിപെരുക്കി എന്നാ പറയാ. ശരിയാണല്ലോ, അത് ഒലി പെരുക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പണ്ട് ഉച്ചഭാഷ എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ ലൗഡ് സ്പീക്കർ എന്നാ പറയാ. പണ്ട് നമ്മൾ തീവണ്ടി എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ ട്രെയിൻ എന്നാ പറയാ. പണ്ട് നമ്മൾ കപ്പൽ എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ ഷിപ്പ് എന്നാ പറയാ. കണ്ടോ? ഇപ്പൊ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ചവിട്ടുവണ്ടി എന്നാണ്, സൈക്കിൾ നല്ല വാക്ക്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞെക്കുവിളക്ക് എന്നാണ് പേര്, ടോർച്ച് എന്നല്ല. ഇപ്പൊ ഞെക്കുവിളക്ക് ആർക്കും അറിയില്ല, കാരണം ഇപ്പൊ ടോർച്ചാക്കി. എന്തിനാണെന്നേ, കൈതച്ചക്കയ്ക്ക് വില കയറിയെന്ന് എഴുതൂല പത്രങ്ങള്, പൈനാപ്പിളിന് വില കയറിയെന്നേ പറയുള്ളൂ. കണ്ടോ? അത് നമ്മുടെ രാഷ്ട്രീയക്കാരും പത്രക്കാരും ഒക്കെ അങ്ങനെയാ. അതുകൊണ്ട് നമ്മുടെ ഭാഷാ സ്നേഹം ഇല്ലായ്മയാണ് അതിന്റെ പ്രധാന കാരണം. പിന്നെ മറ്റു പരിമിതി ഉണ്ടോ? ആ പരിമിതി മറികടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടാവും. അത് മലയാളി ഉപയോഗിച്ചായിട്ട് എനിക്കൊരു തെളിവില്ല. തമിഴന്മാരത് ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ മാഷെ, വളരെയധികം നന്ദി. നമസ്കാരം മാഷെ, എൻ്റെ പേര് ശ്വേത എന്നാണ്. ഞാൻ KUCT വിദ്യാർത്ഥിയാണ് കുന്നത്തെ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മാനുഷിക പരിഗണനകളും മാനുഷിക മൂല്യങ്ങളും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമല്ലേ? കേൾക്കാവോ? എനിക്ക് വ്യക്തമായില്ല, ആരാ ചോദിക്കുന്നത്? എൻ്റെ പേര് ശ്വേത എന്നാണ് സാർ, പേര് ശ്വേത. എന്താ? അപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പം മാനുഷിക മൂല്യങ്ങളും മാനുഷിക പരിഗണനകളും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ശ്വേതയുടെ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം.
നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നമ്മുടെ മാനുഷിക മൂല്യങ്ങളും മാനുഷിക പരിഗണനകളും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് മാഷിന്റെ കാഴ്ചപ്പാടൊന്ന് പറയാവോ? അത് കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. എന്താന്ന് വിചാരിച്ചാല് ഈ പണം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ സമൃദ്ധി ഇതുകൊണ്ടൊക്കെ നമുക്ക് തരാൻ കഴിയാത്ത സന്തോഷം മൂല്യങ്ങൾക്ക് തരാൻ സാധിക്കും. കളവ് പറഞ്ഞിട്ട് സമ്പത്ത് ഉണ്ടാക്കിയാൽ സന്തോഷം ഉണ്ടാവില്ല. ലളിതമായ ഒരു ഉദാഹരണം പറയാം. കൈക്കൂലി വാങ്ങിയിട്ട് നിങ്ങൾ സമ്പത്ത് കൂട്ടി, നിങ്ങൾ കാറ് മേടിച്ചു, ബംഗ്ലാവ് ഉണ്ടാക്കി, അതിലൊന്നും നിങ്ങൾക്ക് ശാശ്വതമായ സന്തോഷം കിട്ടില്ല. നിങ്ങൾ കൈക്കൂലി മേടിക്കാത്ത ഒരാൾക്കുള്ള സന്തോഷം കൈക്കൂലി മേടിച്ച് സമ്പത്ത് ഉണ്ടാക്കിയ ഒരാൾക്ക് ഉണ്ടാവില്ല. അതാണ് മൂല്യങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പൊ കള്ളവോട്ട് ചെയ്ത് ജയിച്ചു അല്ലെ ജയിപ്പിച്ചു, ആൾക്ക് എന്ത് സന്തോഷം ഉണ്ടാവുക? അതുപോലെ എപ്പോഴും ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാത്ത ഒരു അധ്യാപകൻ അയാൾ ശമ്പളം വാങ്ങുന്നുണ്ട്, ആ ശമ്പളം വാങ്ങുന്നതിന് ആനന്ദം ഉണ്ടാവില്ല. ആനന്ദം ആർക്കുണ്ടാവും? മര്യാദയ്ക്ക് പഠിപ്പിച്ചൊരു അധ്യാപകനോ അധ്യാപികയ്ക്കോ ഉണ്ടാവും. അതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരാളെ പറ്റിക്കാതെ, ഒരാളെ വഞ്ചിക്കാതെ, ഒരാളെ കബളിപ്പിക്കാതെ, യാതൊരു കാപടില്ലാതെ ജീവിക്കുന്ന ഒരാൾക്കുള്ള സുഖം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തതാണ്. അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. മറ്റു പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് നന്ദി മാഷേ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി പ്രോഗ്രാം ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും വളരെ ശ്രദ്ധാപൂർവം എന്റെ സംഭാഷണം കേട്ടിരുന്നതിനും വളരെ ബുദ്ധിപൂർവ്വം ചോദ്യങ്ങൾ ചോദിച്ചതിനും എല്ലാവർക്കും വാസ്തവമായും നന്ദി. താങ്ക് യു സർ. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി പ്രോഗ്രാം കോർഡിനേറ്റർ ലേഖ ടീച്ചറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51-ന്റെ ഇന്നത്തെ പ്രോഗ്രാമില് സാഹിത്യവും നീതിയും എന്ന വിഷയത്തില് നമ്മോട് സംവദിച്ച ബഹുമാനപ്പെട്ട പ്രൊഫസർ MN കാരശ്ശേരി മാഷ് വളരെ ഹൃദ്യമായി, വളരെ ലളിതമായി, സാർ പറയാറുള്ളത് പോലെ തെളിമലയാളത്തില് എനിക്ക് തോന്നുന്നു സമകാലീന സംഭവങ്ങൾ ഉൾപ്പെടുത്തി, മഹത്തായ രചനകൾ ഉൾപ്പെടുത്തി ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. ആ അനുഭവങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കുറേ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്കൊരു പുനർചിന്തനത്തിന് സഹായമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംസാരത്തിനിടയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം. സാറ് പറഞ്ഞത് കലയ്ക്ക് വേണ്ടി, കല ജീവിതത്തിന് വേണ്ടി അല്ല, കല ജീവിതം തന്നെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഒരു വലിയ സന്ദേശമാണ്, കല ഏതായാലും അത് നൃത്തമായിക്കോട്ടെ, എഴുത്തായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, എല്ലാത്തിലും ഒരു നീതി ബോധം ഉണ്ടായിരിക്കണം, അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. അതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം സംസാരിച്ചു വെച്ചിരുന്ന ഒരു കാര്യം, ഇപ്പോൾ പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം, ഇന്നത്തെ ഒരു സമൂഹത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പല വീഡിയോസ് കാണുമ്പോഴും അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും മനസ്സിലാകുന്നത്, ഇന്നത്തെ തലമുറ പ്രതികരിക്കാൻ തന്നെ വിമുഖത കാട്ടുന്നവരാണ്. അങ്ങനെയുള്ളവർക്കിടയിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് മുമ്പിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. നമ്മുടെ തലമുറയിലുള്ളവരും നമുക്ക് മുമ്പിൽ വരുന്ന, ഇപ്പൊ ഭരണഘടനയെ കുറിച്ച് ചോദിച്ചു, മതത്തെക്കുറിച്ച് ചോദിച്ചു, മതരാഷ്ട്രമായി മാറുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. അവിടെയൊക്കെ നമുക്ക് പറയാനുള്ളത്, പ്രതികരിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. അത് മറ്റ് ഒരു ഇതിനു വേണ്ടിയിട്ടാവരുത്, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ആവരുത്. നമുക്ക് പറയാനുള്ളത് പേടി കൂടാതെ നമ്മൾ സംവദിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുപോലെ അദ്ദേഹം ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ജന്മദിനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മോട് സംവദിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന ഒരു വിശിഷ്ട വ്യക്തിക്കായിക്കോട്ടെ, ആർക്കായാലും നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനം അത് പുസ്തകമായിരിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ആ പുസ്തകം എന്ന് നമ്മളൊരു പുസ്തകം സമ്മാനമായി കൊടുക്കുമ്പോൾ അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്ന, എനിക്ക് തോന്നുന്നത്, വായനയെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന, വായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ വായന തന്നെയാണ് ഇത്രയേറെ കഥകൾ, എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിലെ കഥകള്, ബഷീറിനൊപ്പം, മുഹമ്മദ് ബഷീർ സാറിനൊപ്പം ഉള്ള കഥകള്, അതുപോലെ തന്നെ നാസിസം, ഫാസിസം, സതി, അങ്ങനെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഒരു വലിയ ഒരു വായനശാല തന്നെയാണ്, ഒരു ഗ്രന്ഥശാല തന്നെയാണ് കാരശ്ശേരി മാഷ്. ഒരുപാട് സന്തോഷം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ കുന്നം കുടുംബത്തിനും ഒപ്പം നമ്മൾക്കൊപ്പം ഈ കൂടെ ചേർന്നവർക്ക് എല്ലാവർക്കും സന്തോഷം. ഞാൻ വളരെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ നമ്മുടെ
കാരശ്ശേരി മാഷിനോട് സാറിനോട് ഞാൻ കുന്നം കുടുംബത്തിന്റെ പേരിലും സാഹിത്യോത്സവം 51 പേരിലും ഉള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് ഇങ്ങനെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന, എല്ലാം നമ്മളെ നിയന്ത്രിച്ച് നമുക്ക് വേണ്ട സഹായങ്ങൾ, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചറിന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് കുന്നം കുടുംബത്തിന്റെ പേരിലെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ടെൻഷൻ കൊണ്ടാണ് സാറ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് കോളേജുകൾ, അതായത് കേരളത്തിലെ എല്ലാ BEd കോളേജിലും നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ അധ്യാപകർ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീവൃന്ദ ടീച്ചർ, പന്തളം NSS കോളേജിലെ ശ്രീവൃന്ദ ടീച്ചർ മകനും ഇപ്പോൾ ഒരു ചോദ്യമൊക്കെ ചോദിച്ചു. വളരെ സന്തോഷം. ഇതിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപാട് നന്ദി. പിന്നെ ഞങ്ങളുടെ നമ്മുടെ കുന്നം കുടുംബത്തിലെ, അതായത് ഈ പ്രോഗ്രാമിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന കുന്നം KCT കുന്നത്തെ അധ്യാപകര്, അനധ്യാപകര്, പിന്നെ പ്രിയപ്പെട്ട കുട്ടികള്, എല്ലാവർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലും മറ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കുന്നം കുടുംബത്തിന്റെ പേരിൽ, സാഹിത്യോത്സവം 51 പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രോഗ്രാം അവസാനിച്ച് എല്ലാവർക്കും ലെഫ്റ്റ് ആവാം.